ഓം ഗുരുഭ്യോ നമഃ. ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധൗ ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം വാം വേദവ്യാസായ നമഃ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഓം നമശ്ചണ്ഡികായൈ നമോ. സർവചൈതന്യരൂപം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യ ന പ്രചോദയാത്. ആദ്യേതി വിദ്യേതി ച കഥ്യതേ യാ ചോദയേത് ബുദ്ധിം ഉപാസകസ്യ ധ്യായാമിതാം ഏവ സദാപി സർവചൈതന്യരൂപാം ഭവമോചിനിം ത്വാം. ആദ്യേതി വിദ്യേതി ച കഥ്യതേ യാ ചോദയേത് ബുദ്ധിം ഉപാസകസ്യ ധ്യായാമിതാം ഏവ സദാപി സർവ ചൈതന്യരൂപാം ഭവമോചനീം ത്വാം. ദേവീഭാഗവതത്തിൻ്റെ ഗായത്രി, തനതായ ഗായത്രി, അതിൻ്റേതായ ഗായത്രി. സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യ ന പ്രചോദയാത്. എൻ്റെ നാട്ടിൽ വളരെയേറെ പ്രശസ്തനായിരുന്ന ഒരു ഭാഗവതോത്തമൻ സ്വശരീരത്തെ മെഡിക്കൽ ട്രസ്റ്റിന്, ഈ പറയുന്ന മാതാ അമൃതാനന്ദമയിയുടെ ആസ്പത്രിക്ക് സംഭാവന ചെയ്ത ഒരു മഹാനുഭാവൻ, ബ്രഹ്മവിദ്യ പാരംഗതനായിരിക്കുന്ന പലേലി ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹം മലയാളീകരിച്ച അല്ലെങ്കിൽ സംഗ്രഹിച്ച അല്ലെങ്കിൽ വളരെയേറെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ദേവീഭാഗവത ദേവി നാരായണീയം എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടു തന്ന ആ ഗ്രന്ഥത്തിലെ 40ാമത്തെ ദശകത്തിൽ കാണുന്ന ആദ്യത്തെ ശ്ലോകമാണ് സർവചൈതന്യരൂപം താമാദ്യം വിദ്യം ച ധീമഹി ബുദ്ധിം യാ ന പ്രചോദയാലെന്ന്. ഏതൊരു ഗായത്രിയാണോ ദേവീഭാഗവത ഉപാസകന്മാർ ഉപയോഗിക്കുന്നത്, അതിനെ നല്ല സുന്ദരമായിട്ടുള്ള പ്രയോഗങ്ങളിലൂടെ, പദങ്ങളിലൂടെ നമുക്ക് ലളിതമാക്കി തന്നു. ആദ്യേതി വിദ്യേതി ച കഥ്യതേയ യാ ചോദയേത് ബുദ്ധിം ഉപാസകസ്യ ധ്യായാമിതാം ഏവ സദാപി സർവചൈതന്യരൂപാം ഭവമോചനീം ത്വാം. സംസാരസാഗരത്തെ തരണം ചെയ്യുന്നതിന് സദാ ആശ്രയസ്ഥാനമായിരിക്കുന്ന അമ്മയെ, വിദ്യാസ്വരൂപിണിയായിരിക്കുന്ന ആ ജഗത്കാരണിയെ ആദ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യേതി, വിദ്യേതി വിദ്യ എന്ന് പറഞ്ഞുകൊണ്ട്, യാ ചോദയേത് ബുദ്ധിം ഉപാസകസ്യ, ഏതൊരു ഉപാസകൻ്റെ ബുദ്ധിയാണോ പ്രചോദനം ചെയ്യപ്പെട്ട് ഈ അമ്മയാൽ അനുഗ്രഹീതമാകുന്നത്, ആ അമ്മയെ ധ്യായാമിതാം ഏവ സദാപി സർവചൈതന്യരൂപാം ഭവമോചനീം ത്വാം. ഈ സംസാരസാഗരത്തെ തരണം ചെയ്യണമെങ്കിൽ അമ്മയുടെ ഈ പറഞ്ഞ തൃപ്തിപടികളല്ലാതെ മറ്റൊരാലംബനമില്ല എന്നുള്ള മട്ടിൽ ധ്യായാമിതാം ഏവ സദാപി സർവചൈതന്യരൂപാം ഭവമോചനീം ത്വാം. സർവചൈതന്യരൂപം. അപ്പോൾ ഈ ചൈതന്യമായിട്ട് നമ്മൾ എന്തെല്ലാം പ്രകാശിക്കുന്ന രൂപത്തിൽ പ്രപഞ്ചത്തിൽ കാണുന്നുവോ അതിനെല്ലാത്തിനും കാരണക്കാരിയായിരിക്കുന്ന അമ്മയെ, ആദ്യമായിട്ടുള്ള വിദ്യയായിട്ടുള്ള ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന അമ്മയെ ഇവിടെയും സുന്ദരമായിട്ടുള്ളൊരു ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് അദ്ദേഹം. സർവചൈതന്യരൂപാം താം, അതിനൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സർവചൈതന്യരൂപാം താം ആദ്യം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ ന പ്രചോദയാത്. ഇവിടെ ഈ ദേവീഭാഗവതത്തിലെ ഈ ഗായത്രി മന്ത്രം സാക്ഷാൽ വിശ്വാമിത്ര ഗായത്രിയുമായിട്ട് നമ്മളൊന്ന് തുലനം ചെയ്തു നോക്കുമ്പോൾ അവിടെയും ബുദ്ധിയെ പ്രചോദിപ്പിക്കാൻ പറയുന്ന വിശ്വാമിത്ര മഹർഷി
അതേ രീതിയിലുള്ള വേദവ്യാസരും നമ്മുടെ ബുദ്ധിക്ക് പ്രചോദനം നൽകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ദേവീഭാഗവത്തെ ഇങ്ങനെ 12 സ്കന്ധങ്ങളിൽ കൊരുത്ത് നമുക്ക് തന്നിട്ടുള്ളത്. പ്രചോദനം. അപ്പോൾ ഏതൊരു ഇൻസ്പിറേഷനാണോ, ഏതൊരു പ്രചോദനമാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ആ പ്രചോദനത്തിൻ്റെ ശക്തികേന്ദ്രം, അതിൻ്റെ സ്രോതസ്സ്, അതാണ് അമ്മ എന്നീയൊരുക്കം. ഇക്കാര്യം ഒന്ന് വ്യക്തമാക്കിക്കൊണ്ട് നാം ദേവി ഭാഗവത്തിലൂടെ മുന്നോട്ട് പോകണം. ദേവിയെ ആശ്രയിക്കുന്നത് നമുക്ക് പ്രചോദനം കിട്ടാനും, ഏതൊരു ബുദ്ധിയുടെ പ്രചോദനമാണോ നമ്മെ ലക്ഷ്യമായിരിക്കുന്ന ഈശ്വരപദപ്രാപ്തിയിലേക്ക് നയിക്കുന്നത്, അതിന് കാരണക്കാരിയായിട്ടുള്ള അമ്മയെയാണ് ഇവിടെ ഉപാസിക്കുന്നത്. ബുദ്ധിയുടെ പ്രചോദനം. ഇവിടെ യോഗവിദ്യ ആയാലും ജ്ഞാനവിദ്യ ആയാലും ഇതര വിദ്യാസമ്പ്രദായങ്ങളായാലും അവിടെയെല്ലാം തന്നെ നമ്മൾ വാസ്തവത്തിൽ വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ടത് ബുദ്ധിയുടെ പ്രചോദനമല്ലാതെ മറ്റ് യാതൊന്നുമില്ല. ബുദ്ധിയെ യോഗികൾ പറഞ്ഞു സഹസ്രാരപത്മം അല്ലെങ്കിൽ തലച്ചോറിനെ അവർ അങ്ങനെ വിവക്ഷിച്ചു. ഇനി ശൈവസമ്പ്രദായത്തിൽ തല എന്ന് പറയുന്ന കൈലാസത്തെ നമ്മളിങ്ങനെ ആ രീതിയിൽ കാണുമ്പോഴും മസ്തിഷ്കത്തിൻ്റെ പ്രദേശമായിട്ടും എല്ലാ വിദ്യയുടെയും ഉറവിടമായിട്ടും അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിട്ടുമൊക്കെ നമ്മൾ കാണുന്ന ആ സഹസ്രാരപത്മമെന്നോ പത്മമെന്നോ അല്ലെങ്കിൽ തലച്ചോറെന്നോ പറയുന്നതിനെ പ്രചോദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഉണർത്തുക. ഉണരാതിരിക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന, മയങ്ങിക്കിടക്കുന്ന താമരപ്പൂവിനെ നമ്മൾ എപ്രകാരമാണോ അതിനെ വാസ്തവത്തിൽ വിടരാൻ അനുവദിക്കുന്നത്, അങ്ങനെ പ്രചോദനം കിട്ടുന്ന സൂര്യതേജസ്സായിട്ട് ഗായത്രിയിൽ പറയുമ്പോൾ ഇവിടെയും ഈ അമ്മയും ബുദ്ധിയെ പ്രചോദിപ്പിക്കണമെന്ന് പറയുമ്പോൾ ചിന്തയാകുന്ന മണിമന്ദിരത്തെ ഉദ്ദീപിപ്പിക്കുക, ചിന്തയാകുന്ന മണിമന്ദിരമെന്ന് പറയുന്ന തലച്ചോറിനെ വിടർത്തുക, അതിൽ അടങ്ങിയിരിക്കുന്ന ഉപഗോപനം ചെയ്തിരിക്കുന്ന വിദ്യയുടെ സമസ്ത രംഗങ്ങളും വിടർത്തി തരിക. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എല്ലാ തരത്തിലും ദേവിയെ ഉപാസിക്കുന്ന ദേവീഭാഗവത്തിലൂടെ കടന്നു കയറുന്നതും ഈ പറയുന്ന ബുദ്ധിയുടെ വികാസത്തിന് വേണ്ടിയിട്ടാണ്. പ്രചോദനം മൂലം, പ്രേരണ മൂലം, അല്ലെങ്കിൽ നമുക്ക് എന്തെന്നില്ലാത്ത ഇൻസ്പയർഡായിരിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നിട്ട് ആത്മീയമായിട്ടുള്ള ഉന്നമനം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ദേവിയെ ഉപാസിക്കുന്നത്. അപ്പോൾ ദേവി ഉപാസന, ദേവി ഭാഗവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് താമസി ഭഗവതി ആയാലും പിന്നാലെ വ്യത്യസ്ത ആ ദേവിമാരെ, പ്രത്യേകിച്ചും മഹിഷാസുരമർദ്ദിനിയായിരിക്കുന്ന മഹാലക്ഷ്മിയെയും പിന്നാലെ ശുംഭനിശുംഭന്മാരെ കൊല്ലുന്ന മഹാസരസ്വതിയെയും എല്ലാവരെയും കാണുമ്പോൾ നമുക്ക് ബ്രഹ്മാവിഷ്ണുരുദ്രന്മാർ തന്നെയാണ് ഓർമ്മ വരിക. ബ്രഹ്മാവിഷ്ണുരുദ്രന്മാരെ ഓർമ്മ വരുമ്പോൾ നമുക്ക് നമ്മുടെ തലയിലേക്ക് കടന്നു വരുന്ന ആ എന്ന് പറയുന്ന ത്രിവ്രൾ എന്ന് പറയുന്ന 3 ഘടകങ്ങൾ ഓങ്കാരത്തിൻ്റേതുമാണ്. എത്രമാത്രം ബന്ധപ്പെടുത്താം, എത്രമാത്രം ഇവയെല്ലാം തന്നെ സമന്വയിപ്പിക്കാമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കാരണം അവിടെയും ഇവിടെയും ഒരേപോലെയുള്ള സമീപനമാണ് നാം കാഴ്ചവെക്കുന്നത്. ആ എന്ന് പറയുന്ന രീതിയിലേക്ക് ഓങ്കാരത്തിൻ്റെ ഘടകങ്ങളെയെല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ട് എത്തിച്ചേരുന്ന 4ാമത്തെ പദവി തുരിയ എന്ന് പറയുന്നത് ആനന്ദദായകമായിരിക്കുന്ന തലച്ചോറിൻ്റെ അല്ലെങ്കിൽ തലയുടെ ആ ഭാഗത്തേക്ക് കടക്കാൻ വേണ്ടി പ്രചോദനം നൽകണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴും അമ്മയും നമ്മെ കടത്തിക്കൊണ്ടു പോരുന്നത് ഇവിടേക്ക് തന്നെയാണ്. അതുകൊണ്ട് ദേവീഭാഗവതം ആദ്യം മുതൽ അവസാനം വരേക്ക് നമ്മൾ അനാവരണം ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെയും ചിന്തയാകുന്ന മണിമന്ദിരത്തിൽ വിളങ്ങുന്ന ഈശ്വരനെ കണ്ടുപിടിക്കാനുള്ളൊരു പ്രയത്നമാണ്. ചിന്താമണി ഗ്രഹത്തിലിരിക്കുന്ന വർത്തിക്കുന്ന സാക്ഷാൽ ജഗദീശ്വരിയെ കാണാനുള്ള കൊതി കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതാണ്. ചിന്താമണി ഗ്രഹത്തിലേക്ക് ചെന്നാലോ അവിടെ ആ ശിവശക്തിക്ക് രൂപിണിയായിരിക്കുന്ന അമ്മയെ കാണുമ്പോൾ ശിവൻ്റെ മാറിടത്ത് പരിലസിക്കുന്ന സാക്ഷാൽ ജഗദീശ്വരിയെ കാണാം. ആ ദേവിയാണ് ഇവിടെ ആദ്യേതി വിദ്യേതി ച കഥ്യതേയ യാ ചോദയേത് ബുദ്ധിം ഉപാസകസ്യ ധ്യായാമിതാം ഏവ സദാപി സർവചൈതന്യരൂപാം ഭവമോചിനിം താം. ഈ ഭവമെന്ന് പറയുന്ന സംസാരത്തെ അമ്മയ്ക്ക് ഭവാനി എന്നുകൂടി പേര് വന്നു. ഭവൻ എന്ന ശിവൻ്റെ നാമധേയമായതുകൊണ്ട് ധർമ്മപത്നിയായിരിക്കുന്ന ദേവിക്ക് ഭവാനി എന്നും പേര് വന്നു. ഭവനാശിനിയായിട്ട് സംസാരത്തെ ഇല്ലാതെയാക്കുന്നവളായിട്ട് ഭഗവാനും ഭഗവതിയും നമ്മെ അനുഗ്രഹിക്കുന്നു എന്നുകൂടി. അപ്പോൾ എല്ലാ തരത്തിലും ഭവമോചിനി, ജനിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ജനിച്ചു വീണെന്ന സംസാരത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ, ഇനിയും വേണ്ടൊരു അപകടസന്ധി ഇല്ലാതിരിക്കാൻ,
അത്തരത്തിൽ നമ്മളെ അനുഗ്രഹിക്കാനുള്ള ഭവമോചിനിയായിരിക്കുന്ന നിന്നെ, സർവചൈതന്യരൂപിയായിരിക്കുന്ന നിന്നെ ധ്യായാമി, ഞാൻ ധ്യാനിക്കുന്നു. അവിടെ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ഭാഗവതവും ഇതും തമ്മിലുള്ള ബന്ധമൊന്ന് ആലോചിച്ച് നോക്കൂ. ധ്യാനിക്കുന്ന സത്യത്തെയാണ്. സത്യം എന്ന് പറയുന്ന സത്തായിരിക്കുന്ന സംഗതി ആത്മഭാവവുമാണ്. ഈ ആത്മഭാവത്തെ പെട്ടെന്ന് പിടികിട്ടാത്തതുകൊണ്ട് വ്യത്യസ്ത രൂപങ്ങളിലൂടെ ദേവീ ദേവന്മാരെയെല്ലാം തന്നെ സ്മരിച്ചുകൊണ്ട് ധ്യാനിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം. കെട്ടിക്കിടക്കാതിരുന്നാൽ രക്ഷപ്പെടും. കെട്ടിക്കിടന്നു പോയാൽ അവിടെ കൂത്താടി വളർന്നിട്ട് കൊതുകും അതുപോലുള്ള ക്ഷുദ്രജീവികളെല്ലാം തന്നെ കുന്നുകൂടിയിട്ട് ജീവിതം പാഴാകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ പ്രചോദനം വേണം. എല്ലാ തരത്തിലും പ്രചോദിതമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് ഞങ്ങളെ നയിക്കണേ എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഭാവത്തിലേക്ക് വേണം ദേവി ഭാഗവത്തിലേക്ക് കടക്കാൻ. അല്ലാതെ പരീക്ഷത്തിന് മോക്ഷം കിട്ടിയില്ല. പരീക്ഷത്തിനെ തക്ഷകൻ കടിച്ചു വന്നതുകൊണ്ട് തക്ഷകവംശത്തിലുള്ള സകല നാഗങ്ങളെയും നിഗ്രഹിച്ച് കളയാം, കൊന്നുകളയാം, ദഹിപ്പിച്ച് കളയാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ജനമേജയൻ്റെ പരിപാടിയൊന്നും സ്വീകരണാർഹമല്ല, സ്വാഗതാർഹമല്ല. അതൊന്നും അനുകരണീയമല്ല. കാരണം എന്താ? അതൊന്നും ദേവിയുടെ ഭാഷയിൽ അല്ലെങ്കിൽ ദേവി ഭാഗവത്തിൻ്റെ ഭാഷയിൽ ഒട്ടും തന്നെ കരണീയമല്ല. നമ്മൾ വാസ്തവത്തിൽ നടത്തേണ്ടത് എന്താ? ഭവത്തിൽ നിന്ന് കരയേറുവാൻ, എല്ലാ തരത്തിലും മുക്തി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്താൻ, ജനിക്കാതിരിക്കാൻ ആ അമ്മയുടെ അനുഗ്രഹം ആവശ്യമാണ് എന്ന്. ഇനി ഇവിടെ പിന്നെയും പറയുകയാണ് രണ്ടാമത്തെ ശ്ലോകം, ഈ 40-ാമത്തെ ദശകത്തിൽ. പ്രതിഷ്ഠിതാന്തഃകരണേസ്തു വാങ്മേ വദാമി സത്യം ന വദാമ്യസത്യം സത്യോക്തിരേനം പരിപാതു മാം യേ ശ്രുതഞ്ജമാ വിസ്മൃതി വേദു മാതാ. അപ്പോൾ സത്യത്തെ അല്ലാതെ അസത്യത്തെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സത്യം മാത്രം പ്രതിഷ്ഠിതമായിരിക്കട്ടെ, വേറൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന്. അപ്പോൾ അത്തരത്തിൽ എല്ലാ തരത്തിലും സത്യത്തെ തേടിയുള്ളൊരു യാത്രയാണ് ദേവി ഭാഗവത്തിലും. ഇത് നമ്മൾ മനസ്സിലാക്കാതെ ദേവി ഭാഗവത്തെ വിശകലനം ചെയ്താൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരവസ്ഥയെ നമ്മൾ പ്രാപിച്ചാൽ നമുക്ക് നഷ്ടമാണുണ്ടാവുക, കഷ്ടമാണുണ്ടാവുക, ഗതി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തുകയില്ല. പ്രഥമസ്കന്ധം ദേവി ഭാഗവത്തിൽ ഇങ്ങനെ ഈ ഓരോരോ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു അവതാരം സൂചിപ്പിക്കുന്ന ഹയഗ്രീവ അവതാരമാണ്. ഈ ഹയഗ്രീവ അവതാരത്തിൽ വിഷ്ണു കുതിരയുടെ തല വെച്ച് ഇങ്ങനെ പ്രത്യക്ഷമാകുന്ന രംഗം എപ്രകാരമാണോ വിഷ്ണുവിൻ്റെ തല അറ്റുപോയത്, ദേവന്മാർക്ക് വേണ്ടി യുദ്ധം, അനേകായിരം സംവത്സരക്കാലം യുദ്ധം ചെയ്തുകൊണ്ട് ദേവന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി, അസുര നിഗ്രഹത്തിന് വേണ്ടി യുദ്ധത്തിലേർപ്പെട്ട വിഷ്ണുവിന് ഉറങ്ങണമെന്ന് തോന്നിയപ്പോൾ ആ ഉറങ്ങുന്നതിന് വേണ്ടി ഉപയോഗിച്ചൊരു മാർഗം അവിടെ പറയുന്നുണ്ട്. താൻ ഉപയോഗിച്ച വില്ല് അതിൻ്റെ ഞാണെല്ലാം തന്നെ വലിച്ച് മുറുക്കി ആ വില്ലിൻ്റെ മുകളിൽ തൻ്റെ താടി അമർത്തി പിടിച്ചുകൊണ്ട് അവിടെ അത്തരത്തിലിരുന്ന് ഉറങ്ങിയെന്ന്. വിഷ്ണു ഭഗവാന്റെ ഉറക്കമാണ്. അപ്പോൾ ഏതൊരു പക്ഷപാതിയായിട്ട് അസുരന്മാരെ നിഗ്രഹിച്ച് ഈ പ്രപഞ്ചത്തിൽ ദൈവീകത മാത്രം മതി എന്നിങ്ങനെ ആ രീതിയിൽ പ്രവർത്തിച്ചു പോന്ന ഇദ്ദേഹം വളരെയേറെ ഈ ഉറക്കത്തിനധീനനായപ്പോൾ ആ ഉറങ്ങുന്നതിന് വേണ്ടി ഉപയോഗിച്ച മാർഗമാണ്. ആ കാലഘട്ടത്തിലാണ് വിഷ്ണുവിൻ്റെ സഹായം ആവശ്യമായിട്ട് വന്നു ദേവന്മാർക്ക്. വിഷ്ണുവിനെ ഉണർത്തണമെന്നുള്ള ചിന്ത വന്നു. വിഷ്ണുവിനെ ഉണർത്തുന്നത്, ഉറങ്ങുന്നവനെ ഉണർത്തുന്നത് പാപമാണ് എന്നുള്ള ധാരണ കൊണ്ട് ദേവന്മാർ അതിന് തുനിഞ്ഞില്ല. അതിനു പകരമായിട്ട് ചിതലുകളെ സൃഷ്ടിച്ചുകൊണ്ട് ഏതൊരു വില്ലും ആ ഞാൻ വലിച്ച അവസ്ഥയുമാണോ ഇദ്ദേഹത്തിന് താടി താങ്ങുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ ഇടവന്നത്, അത്തരത്തിൽ വലിച്ചു മുറുക്കിയിരിക്കുന്ന ഞാൻ കടിച്ചു മുറിച്ച് പൊട്ടിക്കാനായിട്ട് ചെതലുകളെ ഏർപ്പെടുത്തിയെന്ന്. ചെതലുകൾ ആദ്യമായിട്ടുണ്ടാകുന്ന അത്തരത്തിലാണ്. അപ്പോൾ ചെതലുകൾ വന്നിട്ട് കാർന്ന് വില്ല് വലിച്ചു മുറിച്ചിരിക്കുന്ന ആ ഞാൻ അത് കടിച്ച് മുറിച്ച് പൊട്ടിച്ചപ്പോൾ അത് നിവർന്നു എന്ന്. ഏതൊരു വില്ലാണോ നിവർന്നതോടുകൂടി താടി അല്പം പൊങ്ങി തല തെറിച്ച് അത് ഉപ്പു സമുദ്രത്തിൽ ചെന്ന് പതിച്ചു എന്നുള്ള കഥയാണ് ആദ്യമേ നമ്മൾ ദേവി ഭാഗവത്തിൽ വായിക്കുന്നത്. ഏതായാലും ഇതിനെല്ലാത്തിനും കാരണമായത് ഏതാ? തലതെറിച്ചു പോകട്ടെ എന്ന് ലക്ഷ്മി ഭഗവതിയുടെ ഒരു ശാപവും തലതെറിക്കാനിട വന്ന രീതിയും ദേവിയുടെ മഹത്വമെല്ലാം തന്നെ പ്രകീർത്തിക്കുന്നൊരു കഥാഗോളത്തിലേക്ക് എത്തിച്ചു. പക്ഷേ ആ അവതാരമെല്ലാം തന്നെ ഉദ്ദേശത്തോടു കൂടിയാണ് ദേവന്മാരെയെല്ലാം തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അസുരനിഗ്രഹത്തിന് വേണ്ടിയിട്ടും ഒരുമ്പെട്ട വിഷ്ണു ഭഗവാൻ ഹയഗ്രീവൻ എന്ന് പറയുന്ന അസുരൻ വേദങ്ങളെല്ലാം തന്നെ മോഷ്ടിച്ച് കടന്നു കളഞ്ഞതുകൊണ്ട് ഹയഗ്രീവനെ നിഗ്രഹിക്കാൻ ഹയഗ്രീവനായിട്ട്, കുതിരത്തലയനായിരിക്കുന്ന അസുരനെ നിഗ്രഹിക്കാൻ കുതിരത്തലയനായിട്ടുള്ള ഭഗവാൻ അവതരിച്ചു എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അതും
അനിവാര്യമായിട്ടുള്ളൊരു കഥാ സന്ദർഭമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടാണ് മധുകൈടഭൻ എന്ന് പറയുന്ന രണ്ടുപേരെ നിഗ്രഹിക്കാനായിട്ട് ഭഗവാൻ ഒരുമ്പെടുന്നു. ദേവീഭാഗവതത്തിൽ ഭഗവാനാണോ കൊന്നത് ദേവിയാണോ കൊന്നത് എന്ന് ആലോചിക്കുമ്പോൾ നിസ്തർക്കം പറയുന്നു ഇതിനെല്ലാം കാരണക്കാരിയായിരിക്കുന്ന അമ്മയുടെ വൈഭവം കൊണ്ടാണ് മധുകൈടഭന്മാർ നിഗ്രഹിക്കപ്പെട്ടത് എന്നും, ഭഗവാൻ വിഷ്ണുവാണ് യുദ്ധം ചെയ്തത്, അമ്പും വില്ലുമെല്ലാം എടുത്തുകൊണ്ട് നിഗ്രഹിച്ചത് ഈ മധുകൈടഭന്മാർ അദ്ദേഹമാണ്. പക്ഷേ ദേവിയുടെ എന്തെന്നില്ലാത്ത സ്വാധീനത്തിൽപ്പെട്ട് അനുഗ്രഹത്തിൽപ്പെട്ട് അല്ലെങ്കിൽ മോഹവലയത്തിൽപ്പെട്ട് മരിക്കാൻ തയ്യാറെടുത്ത മധുകൈടഭന്മാരെ കൊല്ലാൻ വിഷ്ണുവിന് കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഈ കൊല ചെയ്യിക്കുന്ന അമ്മ, അതിന് കാരണക്കാരിയായിരിക്കുന്ന അമ്മ എല്ലാ തരത്തിലും മധുകൈടഭവിദ്രാവി എന്ന് ദേവിയും മാഹാത്മ്യത്തിൽ പറയുന്ന പോലെ അവരെ കൊന്നതും ഈ അമ്മ തന്നെയാണ് എന്ന് വന്നു. എല്ലാ കാര്യങ്ങൾക്കും കാരണക്കാരിയായിട്ടിരിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ ഈ കഥ നമ്മൾ പഠിക്കുമ്പോൾ വാസ്തവത്തിൽ മധുകൈടഭന്മാരെ നിഗ്രഹിക്കണമെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ഭഗവാന്റെ കൺപോളകളിൽ നിന്ന് സാക്ഷാൽ മഹാകാളി പുറത്തേക്ക് വരേണ്ടി വന്നു. ആ കാളിയുടെ അനുഗ്രഹം ഈ ഭഗവാന് ലഭിക്കേണ്ടതായിട്ട് വന്നു. കാളി മോഹിപ്പിച്ചത് വാസ്തവത്തിൽ ഈ മധുകൈടഭന്മാരെ ശിക്ഷിക്കാനുള്ളൊരവസരം ഒരുക്കിക്കൊടുത്തു. അവർ വാസ്തവത്തിൽ സ്വച്ഛന്തമൃത്തിക്കളായതുകൊണ്ട് മരിക്കാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവരെ എത്തിക്കേണ്ട ചുമതല അത്തരത്തിൽ മായാമോഹിനിയായിരിക്കുന്ന അമ്മയുടേതാണോ എന്ന് കണ്ട് ആ കഥയ്ക്ക് അത്തരത്തിലും പ്രാധാന്യം വന്നു. കഥയുടെ പോക്കു നോക്കൂ. അവിടെയും അസുരനിഗ്രഹമാണ് ലക്ഷ്യം. ഈ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി അത് ഏത് തരത്തിലുള്ള അസുരന്മാർ? നമ്മുടെ ശ്രോത്രേന്ദ്രിയമെന്ന് പറയുന്ന ചെവി, കർണപുടങ്ങൾ, അതിൽ അശുദ്ധമായിട്ടുള്ള യാതൊന്നും കേൾവി ഉണ്ടാകരുത് എന്ന്. മോശമായിട്ടുള്ള ചിന്തയ്ക്ക് കാരണം മോശമായിട്ടുള്ള കേൾവിയാണ്. ദുഷിച്ച സംഗതികൾ ശ്രുതിപടലത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രുതി മാധ്യമത്തിൽ കടന്നുകൂടിയിട്ട് മോശപ്പെട്ട ചിന്തകൾക്ക് ഇടവരുത്തുന്ന രീതി അരുതേ എന്നുള്ളൊരു നിർദ്ദേശവും ഈ കഥാകോളത്തിൽ കാണാം. അപ്പോൾ എല്ലാ തരത്തിലും ചെവിട്ടിൽ വന്ന് പതിച്ച അഴുക്ക്, ആ അഴുക്കിൽ നിന്ന് ഉത്ഭവിച്ച മധുകൈടഭന്മാർ അജ്ഞാനത്തിൻ്റെ ആവരണവും വിക്ഷേപവും എന്ന് പറയുന്ന രണ്ട് ശക്തികളായതുകൊണ്ട് അവരെ നിഗ്രഹിച്ചെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. അജ്ഞാനത്തിൻ്റെ എല്ലാ തരത്തിലും ദൂരീകരിക്കുന്ന ഒരവസ്ഥ കൂടി കഥാകോളത്തിൽ കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, അസുരന്മാരെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അജ്ഞാനമില്ലാതെയാക്കുക, ദ്വൈതം എന്ന് പറയുന്നൊരവസ്ഥ ഇല്ലാതെയാക്കുക, രണ്ടെന്നുള്ള ചിന്താഗതി അവസാനിപ്പിക്കുക, മലിനമായിരിക്കുന്ന ജന്മങ്ങളെയെല്ലാം തന്നെ ഉന്മൂലനാശം വരുത്തുക, നിർമ്മലമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ നയിക്കുക. അപ്പോൾ മലം എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും നമുക്ക് സ്വീകാര്യമല്ല. നശിച്ചൊരവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്ന ഈ മലം, ഏറ്റവും മോശമായിരിക്കുന്ന സ്ഥിതിവിശേഷം സൃഷ്ടിക്കുന്ന മലം, അതിൽ നിന്നുത്ഭവിക്കുന്ന ആസുരിക ശക്തികളെ അല്ലെങ്കിൽ ആസുരിക ബോധത്തെ, അതിനെ എല്ലാം തന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാൻ വാസ്തവത്തിൽ പ്രയത്നിച്ചു എന്നുള്ള അർത്ഥത്തിലും അതിന് കാരണക്കാരിയായിട്ട് ഭഗവാന്റെ കൺപോളകളിൽ നിന്ന് ഉറക്കം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറി നിന്ന് അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോഴും ഇവിടെയും വാസ്തവത്തിൽ ദേവീഭാഗവതത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് അജ്ഞാനത്തെ ദൂരീകരിക്കുന്നൊരു ശക്തിവിശേഷമായിട്ട് തന്നെയാണ് എന്ന് പറയാം. മധുകൈടഭന്മാരെ കൊന്നതിന് ശേഷം ഈ അമ്മ കൊണ്ടുപോകുന്ന രംഗവും നമ്മൾ ഇടയ്ക്കിങ്ങനെ ഇങ്ങനെ സ്മരിക്കുകയുണ്ടായി. ഈ അമ്മയ്ക്ക് തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് വീണ്ടും നിദ്രാവസ്ഥയിലേക്ക്, യോഗനിദ്രയിലേക്ക് ഭഗവാനെ പ്രവേശിപ്പിച്ച കൺപോളകളിൽ നിദ്രയായിട്ട് തന്നെ വർത്തിക്കാമായിരുന്നു. ഭഗവാന്റെ നിദ്രത്വത്തിന് മാറ്റം വരുത്തിയിട്ട് ഭഗവാനെ ഉണർത്തിയിട്ട് ഭഗവാനെ താൻ വിളിച്ചു വരുത്തിയ വാഹനത്തിലേക്ക്, വിമാനത്തിലേക്ക് കയറ്റി അവിടെ എത്തിച്ചേർന്നിരുന്ന ബ്രഹ്മാവിനെയും കയറ്റിയിട്ട് ഇടയ്ക്ക് വന്നു ചേർന്ന രുദ്രനെയും പ്രവേശിപ്പിച്ച് ബ്രഹ്മാവിഷ്ണുക്കളെ രുദ്രസഹിതം അവരെ 3 പേരെ ഒരു വിമാനത്തിൽ കയറ്റി എന്ന് പറയുമ്പോൾ ദേവിയുടെ മഹത്വം, മ എന്ന് പറയുന്ന നമ്മൾ ഓങ്കാരത്തെ എല്ലാം തന്നെ വിഘടിപ്പിച്ചുകൊണ്ട് അകാരോകാരം അകാരങ്ങളെന്ന് പറയുന്ന രാജസ, സാത്വിക, താമസ ഗുണങ്ങളെ അതിനെ എല്ലാം തന്നെ ഒരുമിച്ച് ചേർത്തു ഒരു വിമാനത്തിലെന്ന് പറയുമ്പോൾ സമന്വയമാണ്. ഇത് വിഘടിച്ചു പോയപ്പോൾ ഉണ്ടായി പ്രപഞ്ചം, ത്രിപുടി എന്ന് പറയുന്ന ഒരവസ്ഥ 3ആയിട്ട് കിടന്നപ്പോൾ ഉണ്ടായ ഈ ജഗത്തിൻ്റെ സ്ഥിതി, അതെല്ലാം തന്നെ ഇല്ലാതെയാക്കാൻ ആർക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ ഈ അമ്മയ്ക്കാണ് എന്ന് വളരെ സ്പഷ്ടം. അപ്പോൾ ഇത്തരത്തിൽ അമ്മ എന്ത് ചെയ്തു? ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരെയെല്ലാം തന്നെ വിമാനത്തിൽ കയറ്റി, ഒരേ വാഹനത്തിൽ കയറ്റി ഒന്നിച്ചിരുത്തി. മ എന്ന് പറയുന്ന ഓങ്കാരത്തിൻ്റെ ഘടകങ്ങളാണിവർ. ഈ 3 പേരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് പറന്ന് വിഹായസിലേക്ക്, അത്യന്തം സുന്ദരമായിരിക്കുന്ന സ്പേസിൻ്റെ പല പല പ്രദേശങ്ങളും പ്രതലങ്ങളും കണ്ട്
ഒടുവിൽ എത്തിച്ചേരേണ്ട ചിന്താമണി ഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്നിടത്താണല്ലോ ഈ പറയുന്ന 3-ാമത്തെ സ്കന്ധത്തിലേക്ക് നാം എത്തിച്ചേരുന്നത്. ഇവിടെ എല്ലാം തന്നെ അടിവരയിട്ട് നാം പഠിക്കേണ്ടത് ദേവീഭാഗവതവും ഭാഗവതത്തെ പോലെ, നിവൃത്തിശാസ്ത്രമായിരിക്കുന്ന ഭാഗവതത്തെ പോലെ ഈ പ്രവൃത്തിശാസ്ത്രവും ഏതൊരു പ്രവർത്തനമാണ് നമ്മളെ രക്ഷിക്കുന്നത് ആ മാർഗത്തെയാണ് കാണിച്ചു തരുന്നത്. ഏതൊരു പ്രവൃത്തി മാർഗത്തെ അവലംബിച്ചാൽ നമുക്ക് വാസ്തവത്തിൽ രക്ഷപ്പെടാമെന്നും. അപ്പോൾ അവിടുത്തെ ആ പ്രവൃത്തി മാർഗം കർമ്മം എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന കർമ്മം തന്നെ എന്ന് വന്നു. വൈദിക കർമ്മങ്ങളും അതുപോലെ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ എന്തിന് എന്നീ ദേവീഭാഗവതത്തിൽ അന്യത്ര നിങ്ങൾ വായിക്കും. അതെല്ലാം തന്നെ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, നിർമ്മലമായിരിക്കുന്ന അന്ധകരണത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കർമ്മങ്ങളെന്ന് പറയുമ്പോൾ കർമ്മങ്ങൾ കൊണ്ട് കർമ്മങ്ങളുടെ ഊരാക്കുടുക്കൽ ചെന്ന് പെട്ട അധപ്പതിക്കാനില്ല എന്ന് വ്യക്തം, അധപ്പതിക്കാനല്ല എന്നും സുവ്യക്തം. അപ്പോൾ എല്ലാ തരത്തിലും വളരെ വ്യക്തമായിരിക്കുന്ന കർമ്മത്തിൻ്റെ കെട്ടുപാടിൽപ്പെട്ടുകൊണ്ട് ഉഴലാതിരിക്കണം. അതിന് കർമ്മങ്ങൾ ചെയ്തുകൊള്ളൂ, പക്ഷേ കർമ്മത്തിൽ ബദ്ധനാകരുത് എന്ന് അവിടെ ഒരു നിസ്സംഗത്വം കൂടി പ്രകടമല്ലേ. അപ്പോൾ കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്യുമ്പോഴും കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്നെല്ലാം പറയുന്ന പോലെ ഈ കർമ്മങ്ങളെല്ലാം തന്നെ എങ്ങനെ അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ, അസംഗമായിരിക്കുന്ന നിസ്സംഗമായിരിക്കുന്ന വാളുകൊണ്ട് വെട്ടിമുറിച്ച് നിസ്സംഗത എന്ന് പറയുന്ന വിരക്തി ഭാവത്തിൽ തന്നെ വേണം കർമ്മങ്ങൾ ചെയ്യാനെന്ന് അനാസക്തത യോഗം. ഏതൊരു വേദാന്തമാണോ വാസ്തവത്തിൽ ഉപനിഷത്താദികളിൽ നമ്മൾ പഠിക്കുന്ന അത് ഇവിടെയും വ്യക്തമാണ്. കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ കർമ്മങ്ങളെ ഇല്ലാതെയാക്കുക, കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അടിക്കടി വർദ്ധിച്ചു വരുന്ന കർമ്മത്തിൻ്റെ കൂട്ടുകെട്ടിലേക്ക് അകപ്പെടാതിരിക്കുക, കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വീണ്ടും ജനിക്കാൻ ഇടവരാതിരിക്കുക എന്ന് തന്നെയല്ലേ ഇതിൻ്റെ അർത്ഥം. മോക്ഷം എന്ന് പറയുന്നത് ജനിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കർമ്മങ്ങൾ ചെയ്തും നമുക്ക് സാധിക്കും. എങ്ങനെ? കർമ്മങ്ങളുകൊണ്ട് ബദ്ധമാകാതിരിക്കുക. ഭാഗവതത്തിൽ അന്യത്ര നമ്മൾ കണ്ടിട്ടുള്ള കഥാഗോളങ്ങളെല്ലാം തന്നെ നമ്മളെ നിസ്സംഗന്മാരായിക്കൊണ്ട് അല്ലെങ്കിൽ വിരക്തന്മാരാക്കിക്കൊണ്ട് ലക്ഷ്യമെന്ന് പറയുന്ന മോക്ഷത്തിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്ന പോലെ ഇവിടെയും കാണാമെന്ന്. അപ്പോൾ എല്ലാ തരത്തിലും ആ വിഷയം അവതരിപ്പിക്കുന്ന ശൈലി വ്യത്യസ്തമായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. പാണ്ഡവന്മാരുടെ കഥ തന്നെ അവിടെ പറഞ്ഞു, ഇവിടെയും പറയുന്ന ഈ പാണ്ഡവന്മാരുടെ കഥയാണ്. പാണ്ഡവന്മാരുടെ ജന്മം, അവരെങ്ങനെ വാസ്തവത്തിൽ ആ വംശം ഇങ്ങനെ ഉരുത്തിരിഞ്ഞു, അതെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് അതിശ്രേഷ്ഠമതിയായിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവ് ശാപഗ്രസ്തനാകുന്ന അവസ്ഥ വരേക്ക് നമ്മളെ എത്തിക്കുന്നത്. അവിടെയും ഇവിടെയും കഥ ഒന്ന് തന്നെ. ശാപഗ്രസ്തനാകാൻ ഇടയില്ലാത്ത, ഒരിക്കലും ശപിക്കപ്പെടാൻ ഇടയില്ലാത്ത തേജസ്വിയായിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവ് ശാപത്തിന് ഇടവരുത്തിക്കൊണ്ട് ശാപഗ്രസ്തനാകുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാം തന്നെ മായാമോഹിതമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ അനിവാര്യമായിട്ടുള്ള ചില ഘടനകളോ സംഭവങ്ങളോ ആണ്. അത്തരത്തിലുള്ള സംഭവത്തിൽപ്പെട്ട് ഇങ്ങനെ അതിൽ നിന്ന് വീണ്ടും അതിലകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി വിട്ട് അകന്നു പോകുന്ന പരീക്ഷത്തിനെ നമ്മൾ കാണുന്നു. ഇവിടെയോ അവിടെയോ ഒക്കെ ശരിയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഇവിടെയും പരീക്ഷിത്ത് അവിടെയും പരീക്ഷിത്ത് ആ കഥാപാത്രം രണ്ട് തരത്തിലിരുന്നു കൊണ്ട് അവർ നേടുന്നത് മോക്ഷമെന്ന് പറയുന്നത് ജനിക്കാതിരിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ദേവീ ഭാഗവതത്തിലും അതുപോലെ ഭാഗവതത്തിലും നമ്മൾ കാണുന്ന ജനിക്കാതിരിക്കുന്ന അപുനർഭവം അത് സാധിക്കാതെ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ പ്രയത്നം. പക്ഷേ പരീക്ഷിത്ത് അത്തരത്തിൽ അവസ്ഥയിലെത്തി എന്ന് അഭിമാനിക്കുമ്പോഴും പരീക്ഷത്തിൻ്റെ സന്തതിയായിരിക്കുന്ന ജനമേജയന് ഉറപ്പില്ലാത്ത ഒരവസ്ഥയായതുകൊണ്ടാണ് വീണ്ടും ക്രിയകളിലേക്ക്, കർമ്മങ്ങളിലേക്ക്, ഓരോരോ പ്രവർത്തനങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപൃതനായത്, ദേവിയെ ഉപാസിക്കാൻ തുടങ്ങിയത് എന്ന്. ഇവിടെ ഈ അവസ്ഥയിൽ നമുക്ക് ഒരപാരമായിട്ടുള്ളൊരവസ്ഥ നമുക്കൊന്ന് ചിന്തിച്ചുറപ്പിക്കേണ്ടത് മറ്റൊന്നല്ല, വേറൊന്നല്ല. ദേവിയുടെ സഹായം കൂടാതെ നിങ്ങൾക്ക് മോക്ഷം കിട്ടുമോ ഇല്ലയോ എന്നൊരു ചോദ്യം. അപ്പോൾ ദേവി എന്ന് പറയുന്ന സാക്ഷാൽ പ്രകൃതിയുടെ ദേവത അല്ലെങ്കിൽ പ്രപഞ്ചമാതാവ് സാക്ഷാൽ ജഗദീശ്വരൻ പുരുഷനിൽ ആദ്യമായിട്ടുണ്ടായതുകൊണ്ട് അതുകൊണ്ട് ആദ്യ, അങ്ങനെ ആദ്യമായിരിക്കുന്ന പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചദേവത ആ അമ്മയുടെ അനുഗ്രഹമില്ല നമുക്ക് മോക്ഷം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് നമുക്കൊന്ന് കുറച്ച് ചിന്തിക്കാം. ഏതായാലും ശരീരം എടുത്തുപോയപ്പോഴാണ് ഈ പ്രകൃതിയിലേക്ക് അകപ്പെട്ടു പോയത്. ശരീരം എടുക്കേണ്ട ഗതികേട് വരുത്തിയത് നമ്മളാണ്. ആ ഗതികേടിൽപ്പെട്ട് നമ്മൾ ശരീരം എടുക്കുകയും ചെയ്തു, ജനിച്ചു. അങ്ങനെ ജനിച്ചൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്ന വൃത്തിയില്ല. ശരീരം എടുത്തത് കർമ്മങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ കർമ്മത്തിൽ വ്യാപൃതരായി. ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ കർമ്മം ചെയ്യണമെന്ന് മാത്രമേ നമ്മൾ ധരിക്കേണ്ടതുള്ളൂ.
അപ്പോൾ എല്ലാ തരത്തിലും ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിട്ട് കർമ്മം പിന്നാലെ ബാധിക്കാത്തൊരവസ്ഥയിലേക്ക് വരിക. പരീക്ഷിത്ത് അത് സാധിച്ചു എന്ന് പരീക്ഷത്തിന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ മകൻ ജനമേജയന് അത് തോന്നുന്നില്ല. കാരണം എന്താ? അച്ഛൻ്റെ മകനായിരിക്കുന്ന എനിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ഗതി കിട്ടിയെന്ന് ഉറപ്പുവരുത്തേണ്ട എൻ്റെ കടമയാണ്. അങ്ങനെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രയത്നിച്ചു എന്നേ ഇതിൽ ചിന്തിക്കേണ്ടതുള്ളൂ. അല്ല മോക്ഷം കിട്ടിയ ആൾക്ക് വീണ്ടും മോക്ഷം കൊടുക്കേണ്ട ഒരു ഗതികെട്ടൊരവസ്ഥ നമ്മുടെ പുരാണേതിഹാസങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എല്ലാ തരത്തിലും ഇത് ആരുടെ ഉറപ്പ് എന്ന് ചിന്തിക്കുക, അതാണ് അടുത്ത പടി. ഉറപ്പ് പരീക്ഷത്തിൻ്റേതല്ല, ജനമേജയൻ്റേതാണ്. പരീക്ഷിത്ത് സ്വയം ഉറച്ചു, പക്ഷേ മകൻ ജനമേജയന് അത് തോന്നിയില്ല എങ്കിൽ അത് ഉറപ്പിക്കേണ്ട ചുമതല ആർക്ക്? ജനമേജയന്. അച്ഛന് മോക്ഷം കിട്ടിയെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നം എന്നേ ദേവി ഭാഗവത്തെ കാണേണ്ടതുള്ളൂ എന്ന് നല്ലപോലെ ചിന്തിച്ചില്ല എങ്കിൽ അപകടം പണഞ്ഞിരിക്കുന്ന പതിയിരിക്കുന്ന 2 കിതാബുകളാണിവ. എല്ലാ തരത്തിലും മോക്ഷത്തിന് ഹേതുവായിരിക്കുന്ന ഒരു ജന്മം നമുക്ക് വേണമെന്ന് ചുരുക്കം. പരീക്ഷത്തിൻ്റെ മോക്ഷമാണ് രണ്ടിലും പ്രതിപാദ്യ വിഷയം, അല്ല ജനമേജയൻ്റെ മോക്ഷമില്ല. അപ്പോൾ എല്ലാ തരത്തിലും ഈ പരീക്ഷിത്ത് എന്ന് പറയുന്ന ജീവൻ്റെ ഗതി അത്തരത്തിൽ അവിടെ സംഭവിച്ചുവെങ്കിൽ എന്തുകൊണ്ട് മോക്ഷം കിട്ടിയില്ല എന്ന് ഇദ്ദേഹത്തിന് തോന്നി എന്ന് ചോദിച്ചാൽ അദ്ദേഹം പ്രാപഞ്ചികനായതുകൊണ്ടാണ്. പ്രാപഞ്ചികത വിട്ടുപോകണമെന്നൊരു നിർദ്ദേശവും കൂടി ഈ കഥാഗോളത്തിൽ ആദ്യം തന്നെ ഉറപ്പിച്ചാൽ നമുക്ക് അലങ്കോലപ്പെട്ട ഒരു മനസ്സിൻ്റെ ഉടമയാകാതിരിക്കാം. എങ്ങനെ? ഈ പ്രപഞ്ചം നമ്മളോട് ബാധിക്കാത്തൊരവസ്ഥയിലേക്ക് വരണമെന്ന് ചുരുക്കം. ആ കഥയെ പരീക്ഷത്തിനെയും ജനമേജനെയും അച്ഛനെയും മകനെയും ഒന്ന് നല്ലപോലെ ശ്രദ്ധിച്ചാൽ മതി. രാജകീയമായിട്ടുള്ള ആഡംബരങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ച് ഗംഗയുടെ തീരത്ത് വന്നിരിക്കുന്ന പരീക്ഷത്തിങ്ങനെ മോക്ഷത്തിന് കെഞ്ചിക്കൊണ്ട് ശുഖബ്രഹ്മർഷിയിൽ എന്ന കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് മോക്ഷപ്രാപ്തനായി എന്ന് അവിടെ പറയുമ്പോൾ രാജ്യഭാരമെല്ലാം തന്നെ ഉപേക്ഷിക്കാതെ, കർമ്മങ്ങളൊന്നും തന്നെ ഒടുങ്ങാതെ തൻ്റേതായിട്ടുള്ള കർത്തവ്യമാണ് അച്ഛൻ്റെ മോക്ഷമെന്ന് കരുതി അപ്പോൾ കർമ്മത്തിൽ തന്നെ കുടുങ്ങിക്കിടന്നുകൊണ്ട് മോക്ഷം കൊടുക്കുന്ന രീതിയിലേക്ക് വരുന്ന ഈ ജനമേജയൻ പ്രാപഞ്ചികതയിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ പ്രാരബ്ധമാണ് അല്ലെങ്കിൽ ബാധ്യതയാണ് എന്ന് നനച്ചുകൊണ്ട് അച്ഛന് മോക്ഷം കൊടുക്കാൻ തുനിയുന്ന രംഗത്തെ നിങ്ങൾ 2 തട്ടിൽ നിന്നുകൊണ്ട് വേണം ചിന്തിക്കാൻ. ഇവിടെ വേദവ്യാസൻ പറഞ്ഞു കൊടുത്ത പ്രാപഞ്ചികനായിരിക്കുന്ന ജനമേജയനോട് ചില കാര്യങ്ങളാണ്. അവിടെ ശുഖബ്രഹ്മം പറഞ്ഞു കൊടുത്തത് വാസ്തവത്തിൽ പ്രാപഞ്ചികതയെല്ലാം തന്നെ ഇല്ലാതെയായ ശരീരത്തെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് മോക്ഷം എന്ന് പറയുന്ന ആത്മസ്ഥിതിയിലേക്ക് എത്താൻ വേണ്ടി കുത്തിയിരിക്കുന്ന പരീക്ഷത്തിനോടുള്ള ഉപദേശമാണ് അവിടെ. ഈ വ്യത്യാസം നല്ലപോലെ ഉറപ്പിച്ചെങ്കിലേ ദേവി ഭാഗവതം അതിൻ്റെ യാത്ര, അതിലൂടെ കിട്ടുന്ന മോക്ഷത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഈ ജീവൻ്റെ ഗതിയല്ലാതെ, ജീവൻ്റെ മോക്ഷമല്ലാതെ മറ്റ് യാതൊരു മോക്ഷവും ഇവിടെ പ്രതിപാദിക്കുന്നില്ല. അച്ഛൻ്റെ മോക്ഷം എന്ന് പറയുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഇവിടെ മകൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ജീവൻ്റെ ഗതിക്ക് വേണ്ടിയിട്ടാണെന്ന് വന്നില്ലേ? അച്ഛൻ്റെ ജീവൻ എന്ന് പറയുമ്പോൾ മകൻ്റെ ജീവൻ എന്നുള്ള രീതിയിലേക്ക് എടുക്കാൻ നിവൃത്തിയില്ല. അച്ഛൻ്റെ ജീവൻ ഒരു പ്രത്യേക ജീവനായിട്ട് കണക്കിലെടുക്കുമ്പോൾ അത് ആത്മഭാവമാണെന്നുള്ള ധാരണയിലേക്ക് ഇയാൾ വന്നു കഴിഞ്ഞാൽ അച്ഛന് പ്രത്യേകിച്ച് മോക്ഷം കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള ബോധതല ഉണർന്നു കഴിഞ്ഞാൽ അവിടെ വച്ച് നിർത്താൻ നമ്മുടെ പ്രവൃത്തികളെല്ലാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ആവോ? അച്ഛൻ മോക്ഷം പ്രാപിച്ച അദ്ദേഹത്തിൻ്റെ ആത്മതലത്തിൽ അദ്ദേഹം നിൽക്കുന്നു, ഇരിക്കുന്നു, അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ടു എന്നുള്ള മട്ടിലാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ കഴിയാത്ത ജനമേജയൻ ആ നില അച്ഛനുണ്ടായി എന്ന് വിശ്വസിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഗതി കിട്ടിയില്ല എന്നുള്ള ചിന്തയിൽ ഇദ്ദേഹം ഇങ്ങനെ കിടഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ നിജനില, ഇദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടുള്ളൊരവസ്ഥയല്ല ഇദ്ദേഹം തേടുന്നത്, അച്ഛൻ്റെ മോക്ഷം എന്ന് പറയുന്ന പദവിയാണ്. ഇവിടെ നമ്മൾ അടിച്ചുറപ്പിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം, മോക്ഷം എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് വിട്ടകന്നു പോകുന്ന ജീവൻ്റെ അത് ആത്മാഭാവത്തെ അല്ലെങ്കിൽ ജീവൻ്റെ ആത്മഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ള യാത്രയാണ്. ഒന്നുകൂടി ഞാൻ പറയാം, ശരീരത്തെ സ്വീകരിച്ചപ്പോൾ ഈ ആത്മഭാവമെല്ലാം തന്നെ സങ്കുചിതമായി പോയി, മനസ്സ് എന്ന് പറയുന്നൊരു സ്ഥിതിവിശേഷം സംജാതമായി. മനസ്സ് എന്ന് പറയുന്ന ചഞ്ചലാത്മകതയെല്ലാം തന്നെ അതിലിങ്ങനെ ആവിർഭവിച്ചു. ചലനാത്മകമായിട്ടുള്ള മനസ്സിനെയെല്ലാം തന്നെ നിശ്ചേഷ്ടമാക്കാൻ വളരെ ബുദ്ധിമുട്ട് വന്നു. ജഗത്തെ എന്ന് പറയുന്ന പ്രപഞ്ചത്തെയെല്ലാം തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ചലനാത്മകമായിട്ടുള്ള മനസ്സെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് പരക്കം പാഞ്ഞു. അത്തരത്തിലുള്ള മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള മാർഗത്തിലൂടെ കടന്നു വന്നപ്പോഴാണ് ചിത്തമെന്നും ബുദ്ധി എന്നും പറയുന്നൊരവസ്ഥകളെല്ലാം തന്നെ ഈ മനസ്സ് പ്രാപിക്കുന്നത്.
ആ അവസ്ഥയിലേക്ക് എത്താത്ത പ്രാപഞ്ചികത മാത്രമുള്ള ജനമേജയനോട് എങ്ങനെ മോക്ഷത്തെപ്പറ്റി പറയും? മനസ്സിൻ്റെ സുസ്ഥിതി, സ്ഥിരസ്ഥിതി അല്ലെങ്കിൽ സുസ്ഥിരമായിരിക്കുന്ന ബുദ്ധിയുടെ സ്ഥിതി, ഇതൊന്നും സാധിക്കാത്തൊരു വ്യക്തി അയാൾ എങ്ങനെ നിജനിലയിലേക്കെത്തും? അപ്പോൾ അയാളുടെ നിലയല്ല. അപ്പോൾ എല്ലാ തരത്തിലും ഈ പറയുന്ന ജനമേജയൻ്റെ നില ആത്മഭാവമാണ്, ആത്മ തന്നെയാണ് ഞാൻ എന്നുള്ള ആ ബോധത്തിലേക്ക് അയാൾ എത്താൻ വേണ്ടിയിട്ടല്ല, തൻ്റെ അച്ഛനെ ആ നിലയിലേക്ക് എത്തിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ അസാധ്യമായിട്ടുള്ള ചില സ്ഥിതിവിശേഷങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഞാൻ ചിന്തിച്ചുറപ്പിക്കേണ്ട എൻ്റെ ആത്മസ്ഥിതി, എൻ്റെ ഈ ജീവനെന്ന് പറയുന്ന ശക്തമായിരിക്കുന്ന ചൈതന്യത്തെ ഞാൻ ആത്മഭാവത്തിലേക്ക് ആക്കിക്കൊണ്ട് ആ ആത്മാവിനെ, ജീവാത്മാവിനെ, പരമാത്മാവെന്ന് പറയുന്ന ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിശ്വത്തിൻ്റെ എല്ലാം തന്നെ എല്ലായിടത്തും ഇങ്ങനെ ഒഴുകി നടക്കുന്ന ആത്മഭാവത്തിലേക്ക് അത് എത്തിക്കണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണ്ടേ? മറ്റുള്ളവർ വിചാരിച്ചാൽ എന്ത് കാര്യം? അപ്പോൾ ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ചില കർമ്മങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ട് അച്ഛന് മോക്ഷം കൊടുക്കുന്നു എന്നുള്ളൊരു വ്യാമോഹം, ഒരു മോഹം, അത് വച്ചു പുലർത്തുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൃതാർത്ഥത, ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ട് ഗുണം കിട്ടി എന്നൊരു വിശ്വാസം, അത് അച്ഛൻ വാസ്തവത്തിൽ നേടി അല്ലെങ്കിൽ തേടിയത് കിട്ടി എന്നുള്ള അത്തരത്തിലുള്ള താല്പര്യം വച്ചു പുലർത്തുന്നൊരവസ്ഥ. അപ്പോൾ ഇതെല്ലാം തന്നെ എല്ലാം സബ്ജക്റ്റീവാണ്. അപ്പോൾ ജനമേജയനെ സംബന്ധിച്ചിടത്തോളം സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അച്ഛന് മോക്ഷം കിട്ടിയിട്ടില്ല, ദുരന്തമായിരിക്കുന്ന ഒരു മരണമാണ് അദ്ദേഹത്തിൻ്റേത്, അതുകൊണ്ട് ഗതി കൊടുക്കണം, അത് എനിക്ക് സാധിക്കും, മകനായിട്ടുള്ള എനിക്കേ സാധിക്കൂ എന്ന് കരുതിയിട്ട് മോക്ഷം കൊടുക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഈ ദേവിയുടെ സാന്നിധ്യമെല്ലാം തന്നെ വിളിച്ചോതിക്കൊണ്ട് വേദവ്യാസൻ പ്രചോദനം കൊടുക്കുന്നത് ജനമേജയന്. ഏതൊരു ജഗദീശ്വരിയാണോ ഈ താഴത്തെ തട്ടിൽ നിന്ന്, ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് ജീവനെ ഇങ്ങനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് വിമാനത്തെ വരുത്തി, ഏതൊരു വിമാനത്തിലേക്കാണോ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരെ കയറ്റിയത്, ബ്രഹ്മാവിഷ്ണു രുദ്രന്മാർ കയറിയിരിക്കുന്ന വിമാനം ആ പറയുന്ന വിഷ്ണു ലോകത്തിൽ നിന്ന് പതുക്കെ ഉയർന്നുയർന്ന് ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരുടെ ലോകങ്ങളെല്ലാം തന്നെ താണ്ടിയിട്ട് ചിന്താമണി ഗ്രഹത്തിലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞാൽ മൂന്നായിട്ടിരിക്കുന്ന അവസ്ഥയെ മുറിക്കുന്ന, അതിനെ തരണം ചെയ്യുന്ന രീതിയിലേക്ക് വന്നു എന്നാണ്. ഒന്നുകൂടി കടന്നു ചിന്തിച്ചാൽ ഷഡ്ചക്രഭേദനം എന്ന് പറയുന്നൊരവസ്ഥ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ചക്രം എന്ന് പറഞ്ഞാൽ കറങ്ങുന്നത്, കറക്കുന്നതുമായിരിക്കുന്നിടത്തോളം കാലം ഈ പ്രപഞ്ചത്തിലേക്ക് വഴുതി വീണ ജീവൻ കറങ്ങുന്ന രീതിയിലേക്കാകും. കാരണം എന്താ? ഇതെല്ലാം തന്നെ ഭ്രമിക്കുന്ന രീതിയാണ്, ഭ്രമണം ഈ ജഗത്തിൻ്റെ എല്ലാ തരത്തിലും സ്വാഭാവികമായിട്ടുള്ള ഒരു ഭാവമാണ്. അപ്പോൾ എല്ലാ തരത്തിലും ചക്രം എന്ന് പറയുന്ന കറങ്ങുന്ന രീതിയിലേക്ക് നമ്മളും വന്നു, നമ്മളും കറങ്ങാതിരിക്കാൻ നിവൃത്തിയില്ല. ഷഡ്ചക്രങ്ങളും കറങ്ങുന്നതാണ്. ഈ കറങ്ങുന്ന ചക്രങ്ങളെയെല്ലാം തന്നെ കറക്കൽ അല്ലെങ്കിൽ കറങ്ങുന്നത് ഇല്ലാതെയാക്കൽ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ അതിനെ ഭേദിക്കുക, കറങ്ങുന്നതിനെ ഭേദിക്കാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കൂ, വളരെ ബുദ്ധിമുട്ടാണ്. കറങ്ങുന്നൊരു സ്ഥിതി വിശേഷത്തിൽ അതിനെ എങ്ങനെ ഭേദിച്ച് മുകളിലേക്ക് പോകും? പക്ഷേ അതിന് സാധിക്കാൻ വേണ്ടിയിട്ട് ദേവി ഭാഗവതമെന്ന് ക്രിയാത്മകമായ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഇരുന്നു കൊണ്ട് ജീവൻ എങ്ങനെ ഈ ചക്രങ്ങളെ ഭേദിച്ചുകൊണ്ട് മുകളിലേക്ക് പോകാം, ഇതേ ഇവിടെ ലക്ഷ്യമായിട്ടുള്ളൂ. ഒന്നുകൂടി കടക്കാം. ഏതായാലും ദേവി ഭാഗവതത്തിൽ ഇത്തരത്തിൽ ത്രിലോകങ്ങളെ താണ്ടിയിട്ട് നാലാമതൊരു ലോകത്തിലേക്ക് മഹാകാളി എന്ന് പറയുന്ന സാക്ഷാൽ ജഗദീശ്വരി കൊണ്ടുപോകുന്ന ആ രംഗത്ത് അന്തർഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. മഹാകാളി എന്ന് പറഞ്ഞ ഇരുണ്ട അവസ്ഥയിൽ നിന്ന്, പ്രൈമോഡിയൽ ഡാർക്ക്നെസ് എന്ന് പറയുന്നൊരവസ്ഥയിൽ നിന്ന്, ജനിച്ചു വീഴുന്ന ഇരുട്ടറയിൽ നിന്ന് വാസ്തവത്തിൽ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒന്നായിട്ട് അതിനെ കാണുമ്പോൾ, അവിടെ ഉറങ്ങിക്കിടക്കുന്ന പ്രതീകാത്മകമായിട്ട് വിഷ്ണുവിനെയും കൂടി നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉറക്കമെന്ന് പറയുന്ന ഇരുട്ടിൽ നിന്ന്, ആലസ്യത്തിലാണ്ടുപോയ പ്രപഞ്ചത്തിൻ്റെ ആ ഇരുട്ടറയിൽ നിന്ന് രക്ഷിക്കുന്ന ദേവിയെ അവിടെ കാണാം. താമസീഭാവത്തിൽ അജ്ഞാനത്തിൻ്റെ രണ്ട് മുഖങ്ങളായിരിക്കുന്ന ആവരണ വിക്ഷേപങ്ങളായിരിക്കുന്ന മധുകൈടന്മാരെ നിഗ്രഹിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഈ വിഷ്ണുവിനെയും മറ്റിതര ത്രിമൂർത്തികളിൽ മറ്റുള്ളവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന രംഗം. ഇവിടെ ഒന്നിപ്പിക്കുക എന്ന് പറയുന്ന രീതി ആലോചിച്ച് നോക്കുന്നത് ഭഗവതിയുടെ ദൗത്യമാണ്. ആ ഊമ എന്നെല്ലാം തന്നെ പറയുന്ന ഘടകങ്ങളെ ഒന്നിപ്പിക്കുക. സാധാരണ ഈ പൂജകളെല്ലാം തന്നെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപാസനാക്രമത്തിൽ നാഡീശോധന എന്ന് പറയുന്ന പ്രാണായാമ പദ്ധതിയിൽ അകാരം കൊണ്ട് ഇടത്തെ നാസാദ്വാരത്തിലൂടെ ഈ വായുവിനെ വലിച്ചു കയറ്റും. അതുപോലെ എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് വലത്തെ നാസാദ്വാരത്തിലൂടെ വായുവിനെ വലിച്ചു കയറ്റും.
എന്നിട്ട് കുംഭിക്കുന്ന അവസ്ഥയിൽ മം മം എന്ന് പറഞ്ഞുകൊണ്ട് മകാരം കൊണ്ടും അതിനെ കുംഭിക്കും. 3 മാത്രകളും അവിടെ സംയോജിക്കപ്പെട്ടു. അങ്ങനെ 3 സംയോജിക്കപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന സംഗതി എന്താ? ഇട എന്ന് പറയുന്ന നാഡിയും പിംഗള എന്ന് പറയുന്ന നാഡിയും സുഷുമ്നാകാണ്ഡവുമായിട്ട് യോജിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ത്രിനാഡികൾ ഇങ്ങനെ സംയോജിക്കുന്നു. കുംഭമേള എന്ന് പറയുന്ന ആ രീതിയിലേക്ക് നമ്മൾ എത്തുകയാണ്, മേളിക്കുക. കുംഭമേളയിൽ എപ്രകാരമാണോ ഈ പറയുന്ന 3 നദികൾ എല്ലാം തന്നെ ത്രിവേണി സംഗമം എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തുന്നത്, അതേ രീതിയിലുള്ള ത്രിവേണി സംഗമം നമ്മൾ സാധിക്കുകയാണ് ഈ പ്രാണായാമത്തിലൂടെ. ഓങ്കാരത്തിൻ്റെ 3 ഘടകങ്ങളെ യോജിപ്പിക്കുന്നൊരവസ്ഥയിലൂടെ. ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരെന്ന് പറയുമ്പോൾ സൃഷ്ടിസ്ഥിത്യാദി കാര്യങ്ങൾക്ക് കാരണക്കാരല്ലെങ്കിൽ അതിൻ്റെ ബ്രഹ്മക്കൾ, അതിൻ്റെ അഭാവങ്ങളായിരിക്കുന്ന 3 പേരെ യോജിപ്പിക്കുന്നതിലൂടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരെ യോജിപ്പിക്കുക. നമുക്ക് പെട്ടെന്ന് അസാധ്യമായിട്ട് തോന്നും. കാരണം എന്താ? 3 ലോകത്ത് 3 തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് സൃഷ്ടിച്ചും അതുപോലെ പരിപാലിച്ചും സംഹരിച്ചും പോകുന്ന ഇവരെ യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓങ്കാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ബദ്ധപ്പാടാണ്. അപ്പോൾ ഈ ഓങ്കാരം എന്ന് പറയുന്ന ആ പരമമായിരിക്കുന്ന ബ്രഹ്മകാഷ്ഠ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്ന 3നെയും യോജിപ്പിച്ചുകൊണ്ട് ഓങ്കാരത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്ന, ചിന്താമണീഗ്രഹം എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സങ്കേതത്തിലേക്ക് എത്തിക്കുന്ന ആ മഹാകാളിയുടെ വൈഭവം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആദ്യത്തെ അവതാരം തന്നെ അത്രമാത്രം ശ്രേഷ്ഠമാണ്. അങ്ങനെ മഹാകാളിയുടെ അവതാരം ശ്രേഷ്ഠമാണ് എങ്കിൽ ഇതര ആ ദേവീ സ്വരൂപങ്ങളെയും നമ്മൾ ശ്രേഷ്ഠമായിട്ട് കാണണം. മറ്റിതര സ്കന്ധങ്ങളിലേക്ക് വരുമ്പോൾ അത് വ്യക്തമാവും. അപ്പോൾ എല്ലാ തരത്തിലും മാനമില്ലാത്തൊരവസ്ഥയിലേക്ക് അളവ് ഇതെല്ലാം തന്നെ ഇല്ലാത്ത അപരിമേയമായിട്ടുള്ള ആകാശതലത്തിലേക്ക് നമ്മെ കയറ്റിക്കൊണ്ടുപോയതാരാ? ഈ ജഗന്മായ. ഉപാസനയിൽ ആദ്യമായിട്ട് ആരെ ഉപാസിക്കണമെന്ന് ചോദിച്ചാൽ ഈ ദേവിയെ ഉപാസിക്കണമെന്ന് പറയാൻ കാരണം, ഇത്തരത്തിൽ ആഹോമ എന്ന് പറയുന്ന ഓങ്കാരത്തിൻ്റെ ഘടകങ്ങളെയെല്ലാം തന്നെ സമന്വയിപ്പിച്ചും സൃഷ്ടിസ്ഥിതി സംഹാരമെന്ന് പറയുന്ന ത്രിമൂർത്തികളെ യോജിപ്പിച്ചും ആ 3നും അതീതമായിരിക്കുന്നൊരു ഭാവത്തിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ എത്തണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹം ആവശ്യമാണോ എന്ന്. അമ്മ വേണ്ടി അച്ഛനെ കാണിച്ചു തരാൻ അച്ഛനും അമ്മയും വാസ്തവത്തിൽ കാണിച്ചെന്ന രീതിയിലേക്കല്ലേ നമ്മൾ നയിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളെ നയിച്ചിട്ട് വീണ്ടും ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തുന്നത്? ഗുരുവല്ലേ ഈശ്വരനെ കാണിച്ചു തന്നത്? അങ്ങനെ എല്ലാ തരത്തിലും ഏറ്റവും സുതാര്യമായ അല്ലെങ്കിൽ സുസ്ഥിരമായ അല്ലെങ്കിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു യാത്ര, ഒരു പന്ഥാവ് അല്ലെങ്കിൽ ഒരു പാത, നല്ല രീതിയിലുള്ളൊരു മാർഗം ഇവിടെ വാസ്തവത്തിൽ വെട്ടിത്തെളിക്കുകയാണ് ദേവി ഭാഗവതം. ആ രീതിയിൽ ചിന്തിക്കുന്നില്ല. അപ്പോൾ എല്ലാ തരത്തിലും ആദ്യത്തെ ഭാഗങ്ങൾ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ അടിച്ചുറപ്പിക്കണം. ലളിതാ സഹസ്രനാമത്തിലെ മൂലാധാരക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാര അംബുജാരൂഢ സുധ സാരാഭിവർഷിണി. ഇത് അടിച്ചുറപ്പിക്കണം. മഹാകാളിയെ നമ്മൾ കേരളക്കരയിൽ അധികം കാളീക്ഷേത്രങ്ങളുണ്ട്, പുറത്തേക്ക് എന്നാലും വിരളമല്ല. അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കാളീക്ഷേത്രങ്ങളെല്ലാം തന്നെ ഉള്ള നമ്മുടെ നാട്ടിൽ ഈ കാളിയെ ഉപാസിക്കേണ്ടത് എന്തിന് എന്ന് വളരെ വ്യക്തമാക്കിയാണ് ഈ ദേവി ഭാഗവതം. വേണ്ടാത്ത രീതിയിൽ പ്രകൃതിയിലേക്ക് വീണ്ടും വഴുതി വീണിട്ട് പ്രാകൃതമായിരിക്കുന്നൊരവസ്ഥ സമാർജിക്കാനല്ല, പ്രകൃതി അതീതമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഭഗവതിയെ ഉപാസിക്കുന്നത് എന്നുള്ള മട്ടിലേക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ഈ കഥ. അല്ലെങ്കിൽ ഈ വേദവ്യാസൻ പറഞ്ഞു തരുന്ന ആദ്യത്തെ സ്കന്ധത്തിലെ ഈ പറയുന്ന മധുകേടവന്മാരെ നിഗ്രഹിച്ചുകൊണ്ട് അവിടെ പുറപ്പെട്ട അതിന് പ്രേരകശക്തിയായിട്ട് വർത്തിച്ച മഹാകാളി ത്രിമൂർത്തികളെയും കൊണ്ടുപോകുന്ന രംഗം. ഇത് നല്ലപോലെ അടിച്ചുറപ്പിക്കണം. കാരണം നമ്മുടെ സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നൊരു കാലഘട്ടത്തിൽ സനാതനമെന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകുന്ന ഇത്തരത്തിലാണ്. മ്ലേച്ഛമായിരിക്കുന്ന വിഭാഗീയതയ്ക്ക് അറുതി വരുന്നത് ഈ സന്ദർഭത്തിലാണ്. ജാതി ചിന്തകളെല്ലാം തന്നെ അസ്തമിച്ചുകൊണ്ട് നമ്മൾ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഈ സമയത്താണ്. എല്ലാം ഒമ്മ എന്നുള്ള മട്ടിലേക്ക് വന്ന് സമത്വത്തിൻ്റെ സുന്ദരമായിരിക്കുന്നൊരവസ്ഥ സമാർജിക്കുന്നതും ഈ സന്ദർഭത്തിലാണ്. അപ്പോൾ എല്ലാ തരത്തിലും സനാതനമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തൊരു ഭാവത്തിലേക്ക് കർത്താവായിരിക്കുന്ന ബ്രഹ്മാവിന് നാശമുണ്ട്, പാലനകർത്താവായിരിക്കുന്ന വിഷ്ണുവും മരിക്കും, അതുപോലെ രുദ്രൻ എന്ന് പറയുന്ന സംഹാരമൂർത്തിക്ക് നാശമുണ്ട്, ഈ ത്രിമൂർത്തികൾക്ക് എല്ലാവർക്കും നാശമുണ്ട്. ഉണ്ടായത് ഇല്ലാതെ ആയേ മതിയാവൂ. ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെ ഇല്ലാതെയാകാൻ വിധിക്കപ്പെട്ട ത്രിമൂർത്തികളെ സമന്വയിപ്പിച്ചുകൊണ്ട് ജനിക്കാത്ത, മരിക്കാത്ത, ഇല്ലാതെയാകാത്ത അത്തരത്തിൽ അനശ്വരമായ സനാതനമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്ന് ചിന്തിക്കുക. സനാതനമായിരിക്കുന്നൊരവസ്ഥ ചിന്താമണി ഗ്രഹത്തിൽ
പഞ്ചബ്രഹ്മാസനാസേന പഞ്ചബ്രഹ്മസ്വരൂപിണി എന്ന് പറയുന്ന ആ ദേവിയുടെ സവിധത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടുന്ന തൃതീയ സ്കന്ധത്തിലെ വിമാനഗമനം ഇവിടെ തുടങ്ങിയതാണ്. അപ്പോൾ അതിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന സനാതനത്വം, ഒരിക്കലും ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം, ഒരിക്കലും മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം, ഇതല്ലേ ഭാഗവതവും പഠിപ്പിച്ചത്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ രണ്ടായിട്ട് ചിന്തിച്ചു? എന്തുകൊണ്ട് ഡൈവർജൻ്റായി മസ്തിഷ്കമെല്ലാം തന്നെ എന്തുകൊണ്ട് ഭ്രമിച്ചു വളരെയേറെ വഷളായി? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെയെല്ലാം തന്നെ കടന്നു വരേണ്ട ഭാഗവതത്തിലൂടെ കടന്നുപോയ പോലെ തന്നെ ദേവീ ഭാഗവതത്തിലും സമന്വയം സാധിക്കാനും സമഞ്ജസമായിട്ടുള്ള സമ്മേളനത്തോടെ യോഗാവസ്ഥ പ്രാപിക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് ദേവി ഭാഗവതവും. 3 മുടിയട്ടെ, 3 എന്ന് പറയുന്ന മുടിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 4 പുലരട്ടെ, 4 എന്ന് പറയുന്ന തുരീയാവസ്ഥ അമൃതാനുഭൂതി ഉണ്ടാകട്ടെ, അനശ്വരമായിരിക്കുന്ന അമൃതത്തിൻ്റെ ആസ്വാദനം എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് നല്ലപോലെ ചിന്തിക്കൂ. അപ്പോൾ തുടക്കം തന്നെ കുറിക്കുന്ന ഈ കഥാഗോളങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആദ്യം തന്നെ ബേസ് അടിത്തറ തന്നെ വളരെ സ്ട്രോങ് ആണ്. ആ സ്ട്രോങ് ആയിരിക്കുന്ന അടിത്തറമേലാണ് നമ്മൾ ഇതെല്ലാം തന്നെ പടുത്തുയർത്തുന്നത്. അതുകൊണ്ട് ദേവി ഭാഗവതത്തിലെ ആ അർദ്ധശ്ലോകം എന്ന് പറയുന്ന മൂലം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദേവി ഭാഗവത്തിന് കാരണമായിരിക്കുന്ന പകുതി ശ്ലോകം, ഞാൻ താനിതെല്ലാം മറ്റൊന്നുമില്ല നൂനം സനാതനമെന്ന് പറഞ്ഞാലും, അതല്ല സർവം ഖല്ലിതമേവാഹം നാന്യതസ്തി സനാതനമെന്ന് മൂലത്തിൽ പറഞ്ഞാലും, സനാതനമായിരിക്കുന്ന ഞാൻ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം എന്ന് കാണാം. സനാതനമായത് ഞാനാണ്. അപ്പോൾ എനിക്ക് മരണമില്ല എന്നാണ് അവിടെ പ്രഖ്യാപിച്ചത്. ഞാൻ ചിരസ്ഥായിയാണ്, ഞാൻ ശാശ്വതനാണ്. ശാശ്വതോ എം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അപ്പോൾ എല്ലാ തരത്തിലും ശാശ്വതമായിരിക്കുന്നൊരു ഭാവം എനിക്കുണ്ട് എന്നിങ്ങനെ ഉറപ്പിച്ച് പറയിക്കാൻ ഭാഗവതം പോലെ തന്നെ ദേവി ഭാഗവതവും കടന്നു വരികയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ത്രിമൂർത്തികളെ ഇവിടെയും കാണാം അവിടെയും കാണാം. ഈ ത്രിമൂർത്തികളെ അവിടെയും ഇവിടെയും കണ്ടുകൊണ്ട് നാം ഒരേ രീതിയിൽ തന്നെ പോകണം. ഒന്ന് സ്ത്രൈണഭാവത്തിലാണെങ്കിൽ ഒന്ന് പുരുഷഭാവത്തിലാണെന്ന് മാത്രം, ഒന്ന് ബ്രഹ്മഭാവത്തിലാണെങ്കിൽ ഒന്ന് പുരുഷൻ്റെ രീതിയെല്ലാം തന്നെ വിട്ട് പ്രകൃതിഭാവത്തിലാണെന്ന് കാണാം. ഇതെല്ലാം തന്നെ സമന്വയിപ്പിക്കാനുള്ള ബുദ്ധിവൈശിഷ്ട്യം, അതാണ് ബുദ്ധിയെ പ്രചോദിപ്പിക്കാൻ പറഞ്ഞത്. സർവചൈതന്യരൂപാന്താം ആദ്യം വിദ്യാം ജധീമഹി ബുദ്ധിം യാ ന പ്രചോദയാത്. അപ്പോൾ എല്ലാ തരത്തിലും ബുദ്ധിയുടെ പ്രചോദനം കൊണ്ട് ഇത് നടക്കൂ. ആ ബുദ്ധിയുടെ സവിശേഷമായിരിക്കുന്ന ശക്തിവിശേഷം കൊണ്ട് മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയൂ. അങ്ങനെയുള്ള കഥാഗോളങ്ങളാണ് ഇങ്ങനെ കടന്നു വരുന്ന മുഴുവൻ. ഇനി ഈ പരീക്ഷത്തിൻ്റേതായിട്ടുള്ള പൂർവ്വ കഥകൾ, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഈ പാരമ്പര്യം, ഇതെല്ലാം തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധവും അതിൻ്റെ മഹത്വവും ഇതെല്ലാം തന്നെ പറഞ്ഞ് സൂചിപ്പിച്ചുകൊണ്ട് വളരെ വിസ്തരിച്ചൊന്നും പറയാതെ, ഏതായാലും പരീക്ഷത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കലികാലം ആയിക്കഴിഞ്ഞു. ദേവീ ഭാഗവതമായാലും ഭാഗവതമായാലും ഇദ്ദേഹം ജനിച്ചു വരുമ്പോഴേക്ക് കലികാലം ഇങ്ങനെ ആവിർഭവിച്ചു കഴിഞ്ഞു. കൂടാതെ ഭഗവാന്റെ തിരോധാനം വന്നതോടുകൂടി പൂർണ്ണമായി എല്ലാ തരത്തിലും കലിയെ ശാസിക്കാനുള്ളൊരു അധികാരം ഇദ്ദേഹത്തിന് കിട്ടി. കാരണം എന്താ, ഇദ്ദേഹം ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായ ഒരു വ്യക്തിയായതുകൊണ്ട് കലിയെ ശാസിക്കാനുള്ള കരവിരുതും അത്തരം ശക്തിവിശേഷമുണ്ട് എന്ന് വ്യക്തമാക്കി ഭാഗവതമെങ്കിൽ ഇവിടെയും അത്തരത്തിലുള്ള കലിയെ ശാസിച്ചതൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയാതെ കലിക്ക് വിധേയനായി എന്ന് പറഞ്ഞാൽ ക്രോധത്തിന് വിധേയനായി. ഏതൊരു ക്രോധമാണോ നമ്മളെ എല്ലാ തരത്തിലും ഈ പുണ്യപാപങ്ങളെല്ലാം തന്നെ കൂടുതൽ വർദ്ധിപ്പിച്ച് നമ്മളെ നശിപ്പിക്കുന്നത്, ആ ഘോരമായിട്ടുള്ള കലിയുടെ കോപത്തിൻ്റെ അതിൻ്റെ ഇല്ലായ്മ, അതിനെ ഇല്ലാതെയാക്കുന്ന രീതി ഇവിടെ കാണാം. കോപം. അപ്പോൾ കലി എന്ന് പറഞ്ഞ കറുത്തൊരവസ്ഥ അവിടെയും. ഈ കറുത്ത എന്ന് പറയുമ്പോൾ താമസം, ഏറ്റവും വൃത്തികെട്ട ഇരുണ്ട ആ അവസ്ഥയിലാണ് വാസ്തവത്തിൽ നമ്മൾ ചിന്ത വേണ്ടാത്ത രീതിയിൽ പോയി കൊണ്ട് നമ്മൾ നശിക്കുന്നത്. എന്താ ഭാഗവതത്തിലെ ഈ ദേവി ഭാഗവതത്തിലെ ഗായത്രി ഉപദേശിച്ചത്? ബുദ്ധിം യാ ന പ്രചോദയ. അപ്പോൾ എല്ലാ തരത്തിലും ബുദ്ധിയുടെ പ്രചോദനം ആവശ്യപ്പെട്ടത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകാനാണ്. എങ്കിൽ കലി എന്ന് പറയുന്ന തമസ്സുകൊണ്ടാവൃതമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ തമസോമ ജ്യോതിർഗമയ എന്ന് പറയുന്ന ഭാവത്തിലേക്ക് എത്തണം എന്നുകൂടി ഭദ്രകാളിയുടെ ഈ വിമാനഗമനം, അല്ലെങ്കിൽ കലിയെ ശാസിക്കുന്ന ഈ പരീക്ഷിത് മഹാരാജാവിൻ്റെ രാജ്യഭാരം, അതെല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ വാസ്തവത്തിൽ ശമീകൻ്റെ കഴുത്തിൽ പാമ്പിനെ എടുത്തിട്ട് കൊണ്ട് ശൃംഗി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനാൽ ശപിക്കപ്പെടുന്നൊരവസ്ഥ, ഇതെല്ലാം തന്നെ ചിന്തിക്കുമ്പോൾ കലി എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മളിലേക്ക് കടന്നു വരിക എന്ന് പറയാൻ നിവൃത്തിയില്ല എന്നുകൂടി. വികാരം, അപ്പോൾ വിചാരത്തെയെല്ലാം തന്നെ അതിക്രമിച്ചുകൊണ്ട് വികാരം എപ്പോൾ വേണമെങ്കിലും പുറപ്പെടാം. അപ്പോൾ വികാരത്തിന് അധീനനായിക്കൊണ്ട് മനുഷ്യൻ എന്തും ചെയ്യും.
ഇന്നത്തെ കാലഘട്ടം ഒന്ന് നോക്കൂ. വാസ്തവത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈനംദിനം ന്യൂസ് കേട്ടോണ്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ വർത്തമാനപത്രം പരിശോധിച്ചാൽ മതി. എത്ര തരത്തിലുള്ള കൊലപാതകങ്ങളാണ്, ആത്മഹത്യകളാണ്. നിഷ്ഠൂരമായിട്ടുള്ള മനുഷ്യൻ്റെ സ്വഭാവം ഇതെങ്ങനെ വന്നു? മനസ്സെങ്ങനെ ഘോരമായിട്ട് തീർന്നു, ക്രൂരമായിട്ട് തീർന്നു. ഈ ദുഷ്ടതയെല്ലാം തന്നെ വാസ്തവത്തിൽ മനസ്സിലേക്ക് എങ്ങനെ കടന്നു വന്നു ചിന്തിച്ചു നോക്കൂ. കലി എന്ന് പറയുന്ന അതിൻ്റെ ശക്തമായിരിക്കുന്ന പ്രഭാവം വച്ച് പുലർത്താൻ തുടങ്ങിയെന്ന് ചുരുക്കം. കലികാലത്തിൻ്റെ പ്രത്യേകത തന്നെ ഭാഗവതം പറയുന്നുണ്ട്, എവിടെയും കാണാം. അത് പ്രത്യേകിച്ചും കലി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇരുണ്ടതാണ്. കലി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും തമസായതുകൊണ്ട് കറുത്തതാണ്. കറുത്ത ഗുണമെന്ന് പറയുന്നത് തമസ് മാത്രമേ അവിടെയുള്ളൂ, വെളുപ്പിൻ്റെ ഒരു അംശം പോലുമില്ല. ഇനി ഇന്ന് കിടക്കുന്ന പത്രവാർത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ പരിശോധിച്ചാൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരും ഒന്ന് ചിന്തിക്കുക, ഞങ്ങളും വാസ്തവത്തിൽ കലിക്ക് എന്നാണാവോ അടിപ്പെടുക? കലിക്കടിപ്പെട്ടുകൊണ്ട് എന്ത് വികൃതമായിരിക്കുന്ന പ്രവൃത്തിയാണോ ഞങ്ങൾ ചെയ്യാൻ പോവുക? ഇതെല്ലാം ചിന്താ വിഷയമാണ്. അപ്പോൾ എല്ലാ തരത്തിലും കലിക്ക് അടിപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ക്രൂരമായ പ്രവൃത്തികൾ മൂലമുണ്ടാകുന്ന തിക്തമായിട്ടുള്ള അനുഭവങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അവിടെയും ഇവിടെയൊക്കെ സമാനമാണ്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മുടെ പ്രവൃത്തികളിൽ കലി ബാധിക്കാതിരിക്കുക, ഇരുട്ട് വ്യാപിക്കാതിരിക്കുക, ജ്ഞാനത്തിൻ്റെ ആവശ്യകത ഊന്നി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ വെളിച്ചത്തിലൂടെ തന്നെ സഞ്ചരിക്കണം. വെളിച്ചമല്ലാതെ മറ്റ് യാതൊന്നും വേണ്ട എന്ന്. വെളിച്ചം എന്ന് പറയുന്ന തികഞ്ഞ ജ്ഞാനത്തിൻ്റെ മാർഗമല്ലാതെ മറ്റ് യാതൊന്നും വേണ്ട എന്ന്. ഇവിടെ കർമ്മത്തിൻ്റെ രീതിയാണ് ദേവി ഭാഗവത്തിൽ പറയുന്നതെന്ന് വളരെയേറെ ഉച്ചസ്ഥലം പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ പോലും ആ കർമ്മമെല്ലാം തന്നെ ശുദ്ധമായിട്ടുള്ള പ്രവൃത്തികളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുവന്ന് ശുദ്ധമായിട്ടുള്ള മനസ്സിൻ്റെ ഉടമകളാക്കുന്നു എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെല്ലാം തന്നെ ത്രിവിധങ്ങളായിട്ടുള്ള ദോഷങ്ങൾക്ക് അതീതമായി വരികയില്ലേ? സാത്വികത ബാധിക്കാത്തത് പോലും വെളുപ്പ് എന്ന് പറയുന്ന അതിനും അതീതമായിട്ട് പോകുന്ന രീതിയിലേക്ക് എത്തും. കറുപ്പും ചുവപ്പും വേണ്ട എന്നുള്ള മട്ടിൽ വന്നിട്ട് വെളുപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നല്ലത് എന്ന് നമ്മൾ പറയുന്നത് അതുപോലും വേണ്ട. കാരണം നമുക്ക് 4ാമത്തെ പദവിയിലേക്ക് എത്തണ്ടേ, അവിടെയല്ലേ മോക്ഷം. അപ്പോൾ എല്ലാ തരത്തിലും ഭാഗവതമായാലും ദേവീ ഭാഗവതമായാലും നമ്മളെയെല്ലാം തന്നെ ചിട്ടപ്പെടുത്തി കരുപ്പിടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇരുട്ടിൽ തപ്പിത്തറയുന്നൊരവസ്ഥയിൽ നിന്ന് മാറ്റം വന്ന് മോക്ഷം എന്ന് പറയുന്ന പ്രകാശത്തിലേക്ക് എത്തുക എന്ന് തന്നെയാണ് ഇവിടെയും പ്രതിപാദ്യ വിഷയം. അപ്പോൾ ഇവിടെയും പരീക്ഷിത്ത് അതിൻ്റെ മാതൃക തന്നെയാണെന്ന് ആലോചിച്ച് നോക്കൂ. പരീക്ഷിത്ത് ദ്വിതീയ സ്കന്ധത്തിൽ ഇങ്ങനെ ശാപഗ്രസ്തനായിട്ടുള്ള പരീക്ഷിത്ത് തക്ഷകൻ കടിക്കുന്ന രംഗവും കൂടി നമ്മൾ ദേവീഭാഗവത്തിൽ കാണുന്നുണ്ട്. എഴുത്തച്ഛൻ തന്നെ മലയാള ഭാഗവതത്തിൽ അവതരിപ്പിച്ച അതേ ശൈലി ഇവിടെ കാണാം. എഴുത്തച്ഛൻ മൂലം ഭാഗത്തെയെല്ലാം തന്നെ അധികരിച്ച് അതിനേക്കാൾ അതിക്രമിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഗംഗയിൽ ഒരു സ്തംഭം, ഒരു തൂണ് നാട്ടി. ആ തൂണ് ഈ തച്ചന്മാരെ കൊണ്ട് അല്ലെങ്കിൽ വിശ്വകർമാക്കളെയൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ടൊരു മരത്തിൻ്റെ തൂണ് നാട്ടി അതിൻ്റെ മുകളിൽ ഒരു മണ്ഡപം ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം വടക്കോട്ടേക്ക് തിരിഞ്ഞിരുന്നു എന്നാണ് ആലങ്കാരികമായിട്ടുള്ള ഭാഷയിൽ എഴുത്തച്ഛൻ്റെ മലയാള ഭാഗവതം മൂലത്തിലില്ല. അതിനെ അവലംബിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിന് ഉപോത്ബലകമായിട്ട് ഇവിടെയും ഇത്തരത്തിലാണ് അദ്ദേഹം മരിച്ചത്. ഈ ഗംഗാനദിയുടെ നദിയിൽ തന്നെ ഒരു തൂണൊക്കെ നാട്ടിക്കൊണ്ട് ഏക സ്തംഭത്തിൽ അതിൻ്റെ മുകളിൽ മണ്ഡപം സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഇരുന്നു തക്ഷകൻ വരാതിരിക്കാൻ എന്ന് ചിന്തിക്കാനുള്ള അടുത്ത വിഷയമാണ്. അതോടുകൂടി ഇന്നത്തെ പ്രഭാഷണം നമുക്ക് നിർത്താൻ പറ്റും. എങ്ങനെ, എന്തിനു വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ ഇരുന്നു എന്ന് ചോദിച്ചാൽ തക്ഷകൻ വരാതിരിക്കാൻ. തക്ഷകൻ കാല സർപ്പമാണ്. ഈ കാലസർപ്പം എന്ന് പറയുമ്പോൾ തക്ഷകൻ വാസ്തവത്തിൽ കാലത്തിൻ്റെ പ്രതീകമായിട്ട്, കാലനായിട്ട്, മരണത്തിന് ഹേതുവായിട്ട് വരുന്നു എന്നുള്ള അർത്ഥത്തിൽ കാലം സമാഗതമാവുമ്പോൾ മരിച്ചേ മതിയാകൂ എന്നുള്ള തത്വത്തിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. അങ്ങനെ മരിക്കാൻ വിധിക്കപ്പെട്ട പരീക്ഷിത്ത് അകാലമൃത്യു എന്നൊന്നും പറയാൻ നിവൃത്തിയില്ല. അകാലമൃത്യു അല്ല എന്ന് 2 പുരാണത്തിലും കാണാം. തക്ഷകൻ കടിക്കാൻ വരുമ്പോൾ തക്ഷനെ പിന്തിരിപ്പിച്ചു വിടാൻ പോകുന്ന വിഷവൈദ്യൻ കശ്യപൻ. അപ്പോൾ ആദ്യത്തിൽ കാശ്യപൻ എന്ന് പറയുന്ന വിഷവൈദ്യൻ ഇങ്ങനെ വാസ്തവത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സിദ്ധികളെല്ലാം തന്നെ തക്ഷകനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കത്തിയെരിഞ്ഞ് വീണ ആലുവൃക്ഷത്തെയെല്ലാം തന്നെ വെള്ളം തെളിച്ചുകൊണ്ട് പൂർവ്വസ്ഥിതിയിലാക്കാൻ തക്ക ശേഷിയുള്ള വിഷവൈദ്യൻ എന്തുകൊണ്ട് തിരിഞ്ഞുപോയി, പിന്തിരിഞ്ഞു വന്ന് പോയി എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇങ്ങനെ മനോമുഖരത്തിൽ കണ്ടു, പരീക്ഷിത്ത് ഇപ്പോൾ മരിക്കാൻ പോകുന്ന അകാലമൃത്യുവല്ല കാലമൃത്യുവാണോ എന്ന്. അപ്പോൾ കാലമൃത്യുവിനെ ഇരയായിട്ടുള്ള ഈ വ്യക്തിയെ രക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് കണ്ടിട്ട് അദ്ദേഹം തിരിച്ചുപോയി. അങ്ങനെ കാലസ്വരൂപമായ കാലനായിരിക്കുന്ന തക്ഷകരെന്ന് പറയുന്ന കാലസർപ്പം അത് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത വിദ്യയാണോ എന്ന് ആലങ്കാരിക ഭാഷയിൽ അവതരിപ്പിച്ച ഈ കഥാകോളത്തിൽ നിന്ന് കാണാം. ഒരു പക്ഷേ അദ്ദേഹവും മരണത്തെ പേടിച്ച് അത്തരത്തിലായിരിക്കും. അതുകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ
തക്ഷകൻ എന്ന് പറയുന്ന പാമ്പ് കിടക്കാത്ത രീതിയിൽ വളരെയേറെ സുസജ്ജമായ, അല്ലെങ്കിൽ വളരെ അടച്ചുറപ്പുള്ള, വളരെയേറെ രക്ഷപ്പെടാൻ യാതൊരു തരത്തിൽ അകത്തേക്ക് കയറാൻ പാടില്ലാത്ത രീതിയിൽ അത്തരത്തിലൊരു സങ്കേതം സൃഷ്ടിച്ചു എന്നുള്ള രീതിയിൽ കാണാം. നമ്മളും മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഏതായാലും മരിക്കാതിരിക്കാൻ, യാതൊരു തരത്തിലും പ്രാണവായു പോകാതിരിക്കാൻ, ജീവൻ പോകാതിരിക്കാൻ, കാലിനകത്തേക്ക് കിടക്കാതിരിക്കാൻ, യാതൊരു തരത്തിലും നമ്മളെ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ബന്ദോബസ്ത് ചെയ്ത് 4 വശവും അരക്കെട്ട് ഉറപ്പിച്ചുകൊണ്ട് അത്തരത്തിലൊരു സങ്കേതം ഉണ്ടാക്കി എന്നുള്ള മട്ടിലേക്ക് പോകുന്ന കഥാകോളങ്ങളെയും നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം തന്നെ കഥയ്ക്ക് കൊള്ളാം. സന്താനഗോപാലൻ കഥയിൽ 10ാമത്തെ കുട്ടിയെ രക്ഷിച്ചു കൊള്ളാമെന്നെത്ത നരൻ വാസ്തവത്തിൽ വാസുദേവൻ്റെ സഹായമില്ലാതെ തന്നെ എല്ലാം ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുന്ന അദ്ദേഹം ശരഭഞ്ജനം തീർത്തു. യാതൊരു കാരണവശാലും കാലിനകത്തേക്ക് കിടക്കരുത്, അവിടെ പ്രസവിക്കപ്പെടുന്ന കുട്ടിയെ യാതൊരു കാരണവശാലും മരണം തീണ്ടരുത് എന്ന് കണ്ടിട്ട് സൃഷ്ടിച്ച ശരഭഞ്ജനം പോലെ നമ്മളെല്ലാവരും തന്നെ മനുഷ്യർ എല്ലാത്തിനെയും അടച്ചുറപ്പുള്ളൊരു സങ്കേതമാക്കി അത് ബാധിക്കാത്ത രീതിയിലൊക്കെ ആക്കും. പക്ഷെ അതും ഫലപ്രദമല്ല. അറയിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്ന പല വ്യക്തികളും പണ്ട് ഇടിമിന്നലേറ്റ് മരിച്ച കഥകൾ കേട്ടിട്ടുണ്ട്. അറയിൽ, അപ്പോൾ അറയിൽ കയറിയിരുന്നുകൊണ്ട് യാതൊരു കാരണവശാലും അകത്തേക്ക് മിന്നൽ പിണർ വന്ന് മരണം വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ശ്രദ്ധാലുക്കളായിട്ട് കഴിഞ്ഞുകൂടിയവർ പോലും ഈ മിന്നൽ പിണറിൻ്റെ ആഘാതത്തിൽ മരിച്ച കഥ കേൾക്കുമ്പോൾ മരണമെന്ന് പറയുന്ന അനിവാര്യ സംഗതിയെ ആർക്ക് തടുക്കാൻ കഴിയും? ഇദ്ദേഹം അത്തരത്തിൽ ചെയ്തു എന്ന് പറയുമ്പോഴും അനിവാര്യമായിട്ടുള്ള മരണത്തെ തടുക്കാൻ പരീക്ഷത്തിന് കഴിഞ്ഞില്ല എന്ന് കൂടി നമുക്ക് നിശ്ചയിക്കാം. മറ്റൊന്ന്, മരണഭീതി ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു എന്ന് ഭാഗവതത്തിൽ പറയുമ്പോൾ 7ാമത്തെ ദിവസം ഈ മരണം വരുമ്പോൾ അതിനെ ഏകിക്കൊണ്ട് യാതൊരു പേടിയുമില്ലാതെ കുത്തിയിരിക്കാനുള്ള ധൈര്യം സമാർജിച്ചു എന്ന് ഭാഗവതത്തിൽ ഇങ്ങനെ കാണുമ്പോൾ, ഇവിടെ മറ്റ് ഇതര കഥാകോളങ്ങളിലൂടെ പോകും. അവിടെയും എല്ലാ തരത്തിലും പേടിച്ചരേണ്ട ഒരു കഥാപാത്രമായിട്ട് നമ്മൾ പരീക്ഷത്തിനെ കാണും. 7ാമത്തെ ദിവസം തക്ഷകം കടിക്കും, പാമ്പ് കടിക്കും, മരിക്കും, അയ്യോത്തോ എന്നിങ്ങനെ നിലവിളിക്കുന്ന രീതിയിലേക്ക് കാണും. പക്ഷേ ആ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് അത് നല്ലൊരു കഥാകോളം. പക്ഷേ ആ രീതിയിൽ ചിന്തിക്കാതെ യാതൊരു അക്ഷോഭ്യമായിട്ടുള്ള അവസ്ഥയിൽ വരട്ടെ കാലം എനിക്കെന്ത് എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ഭാഗവതം നയിക്കുന്ന പരീക്ഷത്തും ഈ പരീക്ഷത്തും തമ്മിലുള്ള വ്യത്യാസവും കൂടി ഒന്ന് മനസ്സിൽ വയ്ക്കുക. മരണഭീതി ഒഴിവാക്കുക എന്ന് ഭാഗവതം പറയുമ്പോൾ ഇവിടെ മരണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് തടഞ്ഞു നിർത്തുന്ന രംഗങ്ങൾ കൂടി സൃഷ്ടിച്ചു എന്ന് കാണുമ്പോൾ വാസ്തവത്തിൽ അതെല്ലാം തന്നെ അസാധ്യമായിട്ടുള്ള സംഗതികളാണ് എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ പറയുന്ന കലി അദ്ദേഹത്തെ ബാധിച്ചു എന്ന് കൂടി ചിന്തിക്കണം. ആരെയാ ബാധിച്ചത്? പരീക്ഷത്തിനെ. അങ്ങനെ കലി ബാധിച്ച അദ്ദേഹം വാസ്തവത്തിൽ ശാപഗ്രസ്തനായി എന്ന് മാത്രമല്ല, മരണത്തെയെല്ലാം തന്നെ ഞാൻ തടഞ്ഞു നിർത്തും, എൻ്റെ തൻ്റെയിടം കൊണ്ട് മരണദേവതയെ കാലിനെയെല്ലാം തന്നെ അതിക്രമിക്കും. ഏതായാലും നചികേതസിനെ പോലെ കാലൻ്റെ മുമ്പിലകപ്പെട്ടിട്ടും മരിക്കാതിരിക്കുന്നൊരവസ്ഥ. സാവിത്രിയെ പ്രകാരമാണോ സത്യവാൻ്റെ ജീവനെല്ലാം തന്നെ വീണ്ടെടുത്തുകൊണ്ട് കാലിനോട് ഗുഡ് ബൈ പറഞ്ഞു പോകുന്നത്, അതുപോലെ ഞാനും ചെയ്യും എന്നുള്ള രീതിയിലേക്ക് ഇത് വന്നില്ല. മരിക്കേണ്ടതായിട്ടുള്ള പരീക്ഷത്ത് മരിക്കേണ്ടി ചെയ്തു. പക്ഷേ മരണഭീതി ഒഴിവാക്കുന്നതിന് ഭാഗവത്തിൻ്റെ തത്വം, അതിൻ്റേതായിട്ടുള്ള സമീപനം ഒരു തരം, ഇതിനകത്ത് വേറൊരു തരം. ഏതായാലും മരണഭീതി ഒഴിവാക്കാൻ വേണ്ടി സുസജ്ജമായിട്ടുള്ളൊരു രംഗം സജ്ജീകരിച്ചുവെങ്കിൽ പോലും മരണത്തിന് വിധേയനായിട്ടുള്ള അദ്ദേഹം അനങ്ങിയില്ല, മിണ്ടിയില്ല എന്നാണ് ദേവി ഭാഗവതം പറയുന്നത്. അനങ്ങിയില്ല, മിണ്ടിയില്ല. ഈ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ശരീരം എടുത്ത ഒരു മനുഷ്യൻ അവസാനം അനങ്ങാതെ മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു വന്ന് നിശ്ചേഷ്ടമായിട്ടുള്ളൊരവസ്ഥ, അതല്ലേ ആചാര്യസ്വാമികൾ പാടുന്ന നിശ്ചലതത്വേ ജീവൻ മുക്തി, നിശ്ചലതത്വേ. അപ്പോൾ മനസ്സും അതുപോലെ അതിൻ്റെ വ്യാപാരങ്ങളും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നിശ്ചലമായി ശവാസനത്തിലേക്ക് കടന്നൊരു യോഗിയെപ്പോലെ മരണമെന്ന് പറയുന്നതിനെ പേടിക്കാതെ തന്നെ മരണത്തിന് അതീതമായിട്ടുള്ളൊരു ഭാവത്തിലേക്ക് എത്തുമ്പോൾ നിശ്ചലമായിട്ടുള്ള ശരീരം താൻ വിട്ടുകളഞ്ഞു, അല്ലെങ്കിൽ ഇതാ ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന ശരീരത്തെ തക്ഷകൻ കടിക്കട്ടെ, ആര് കടിക്കട്ടെ, എന്ത് കാര്യമെന്നുള്ള മട്ടിൽ ഭാഗവത്തിലിരിക്കുന്ന പരീക്ഷത്തിനെ പോലെ തന്നെയല്ലേ ഇവിടെയും ആ പരീക്ഷത്തിൻ്റെ കാര്യം വേദവ്യാസൻ പറഞ്ഞത് എന്ന് ഒന്ന് ചിന്തിച്ചു. അപ്പോൾ 2ാമത്തെ സ്കന്ധത്തിൽ നമ്മൾ കാണുന്ന പരീക്ഷത്തിൻ്റേതായിട്ടുള്ള ഇരിപ്പ്, തക്ഷകൻ വന്ന് കടിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് അനങ്ങാതെ ഇരിക്കുന്ന അത് സമാധ്യാവസ്ഥയാണ്. അപ്പോൾ ശരീരമെല്ലാം തന്നെ അനങ്ങാതെ നിശ്ചേഷ്ടമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ യാതൊരു ഭാവപ്പകർച്ചയുമില്ല, ആര് എന്ത് എന്നുള്ള ചിന്തയില്ല. അപ്പോൾ എല്ലാ തരത്തിലും എല്ലാ സ്ഥിതിവിശേഷങ്ങളെയും ഒരുപോലെ കാണുന്ന സമാന ഭാവത്തിലേക്ക് കുത്തിയിരിക്കുന്ന പരീക്ഷത്തിനെയാണ് ഇവിടെയും അവിടെയും കാണുന്നത്. ഏതായാലും ഇതിൻ്റെ സമാനതകളെല്ലാം തന്നെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഇതിനെ സമന്വയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടും ശ്രദ്ധിച്ചുകൊണ്ടും എല്ലാ തരത്തിലും വിപരീതമായിരിക്കുന്ന അർത്ഥകാലങ്ങളിലേക്ക് പോകാതെ ഏറ്റവും ശക്തമായിരിക്കുന്ന യോജിപ്പ് എത്തരത്തിൽ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഈ വേദിയെ
ഒന്ന് ഉറ്റുനോക്കാമെന്നുള്ള ചിന്തയിൽ വേദവ്യാസനെ ധ്യാനിച്ചുകൊണ്ടാണ് ഈ രണ്ട് പുരാണങ്ങളും നാം ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നത്. ശ്രോതാക്കളും അതുപോലെ ശുഖബ്രഹ്മത്തെയും വേദവ്യാസനെയും നല്ലപോലെ സ്മരിക്കുക. വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രം അകന്മഷം പരാശരാത്മജം വന്ദേ ശുഖതാതം തപോനിധിം. ഈ ശുഖനെ പറ്റിയാണെങ്കിൽ ഈ എല്ലാ തരത്തിലും എല്ലാ ജ്ഞാനത്തിൻ്റെ പ്രബോധജ്ഞ ശുഖശാസ്ത്ര വിശാരദ, ഈ പറയുന്ന ഈ ശാസ്ത്രത്തിൻ്റെ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാപ്രകാശേന മത അജ്ഞാനം വിനാശയ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഈ രണ്ട് കൃതിയുടെയും പര്യടനം നടത്തുന്ന നമ്മൾ വേദവ്യാസൻ്റെയും ശുഖബ്രഹ്മത്തിൻ്റെയും അനുഗ്രഹാശിസുകളോടെ ഈ പുരാണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന താത്വികമായിട്ടുള്ളൊരു വിശകലനത്തിന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പ്രഭാഷണം ഇങ്ങനെ നിർത്താം. വീണ്ടും ചിന്താശകലങ്ങളിലൂടെ കടന്നു കയറി അതുല്യമായിട്ടുള്ള അവസ്ഥകളിലേക്ക് വീണ്ടും അവശേഷിച്ച് കിടക്കുന്ന ഭാഗത്തേക്ക് വീണ്ടും വേദവ്യാസൻ്റെ ചിന്തകളെല്ലാം തന്നെ ഇവിടം വരേക്ക് കിടക്കുന്നു എന്നുള്ളതൊന്ന് വാസ്തവത്തിൽ അനാവരണം ചെയ്യാനുള്ളൊരു ശ്രമം, അത് എത്രമാത്രം വിജയപ്രദമാകുമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല എങ്കിൽ കൂടി അത് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ പ്രഭാഷണം സമർപ്പിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്കുതു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നാരായണ.